പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ആത്മാവിന്റെ വെളിപാടുകളാണ് അല്ലെ. നമ്മുടെ പെരുമ്പടവത്തിന്റെ ആത്മാവിന്റെ വെളിപാടുകൾ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിൽ നിന്ന് എടുത്തൊരു ഭാഗമാണ് നമുക്ക് ആത്മാവിന്റെ വെളിപാടുകളായിട്ട് പറയുന്നത്. അതിന്റെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ആശയങ്ങള് ദസ്തയേവ്സ്കിയുടെ പ്രഭാത നടത്തമാണ്. അങ്ങനെയാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. അപസ്മാര രോഗത്തിന്റെ ക്ഷീണത്തിൽ വിശ്രമിക്കുന്ന അദ്ദേഹം ഒരു സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന് നടക്കാനിറങ്ങുന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിലൂടെയായിരുന്നു യാത്ര. യാത്രക്കിടയിൽ പല പല ചിന്തകളും ഓർമ്മയിലേക്ക് കടന്നു വരുന്നു. തോൽവികളും തകർച്ചകളും നഷ്ടങ്ങളും അപമാനങ്ങളും സഹിച്ചുള്ള ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് എന്നൊക്കെ അദ്ദേഹം എങ്ങനെ വിചാരിക്കുന്നുണ്ട്. മക്കളായ എമിലിയും പാഷയും ഒക്കെ തന്നെക്കാൾ വളർന്നിരിക്കും. അവർക്ക് എങ്ങനെയാണ് പണം നൽകുക? ഇതൊക്കെ അയാളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെ. ജ്യേഷ്ഠൻ മൈക്കിളിന്റെ ഓർമ്മകൾ അദ്ദേഹത്തിനുണ്ടായി. ജ്യേഷ്ഠൻ ഒരു പ്രസിദ്ധീകരണശാല ഉണ്ടായിരുന്നു, എപ്പോക്ക് അല്ലെ എന്നായിരുന്നു അതിന്റെ പേര്. തന്റെ ആദ്യ പുസ്തകം അധോതല കുറിപ്പുകൾ അവിടെയായിരുന്നു നടിച്ചത്. ജ്യേഷ്ഠന്റെ കടം പെരുകി അത് നിന്നുപോയി. പിന്നെ ഭാര്യയുടെ അസുഖം പറയുന്നുണ്ട്, തുടർന്നുള്ള ഭാര്യയുടെ മരണം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് അതൊക്കെ വരുന്നുണ്ട്. ഭാര്യയുടെ മരണത്തോടെയാണ് ഭാര്യയുടെ മഹത്വം അദ്ദേഹം അറിയുന്നത്. അധികം താമസിയാതെ ജ്യേഷ്ഠനും മരിക്കുന്നു. ഇങ്ങനെയുള്ള സമയത്ത് അദ്ദേഹം വരുന്ന സമയത്ത് പിന്നെ നടത്തൊക്കെ പ്രഭാതമായ സമയത്ത് നടത്തും. അങ്ങനെ പതുക്കെ കഴിയുന്നതിന് മുമ്പേ എല്ലാ ചരടുകളും അല്ലെ കെട്ടുപിണഞ്ഞ് ആ കെട്ടുകളിൽ കുരുങ്ങിക്കിടന്ന് തന്റെ ജീവിതം പിടയുന്നു എന്ന് പറയുന്നു. അദ്ദേഹം അങ്ങനെ വീട്ടിലെത്തി. നേരം പുലർന്നിട്ടില്ല. അപ്പൊ ഫെദോസി ഉണ്ട്, ആയുണ്ട് അവിടെ. അവർ അടുക്കളയിൽ എന്തോ ചെയ്യായിരുന്നു. അദ്ദേഹം കോണിപ്പടിയിൽ കയറി പോയിട്ട് സെറ്റിയിലെ ചാരിക്കിടന്ന് കണ്ണുകളടച്ച് ഒന്ന് നിശ്വസിച്ചു അല്ലെ. അപ്പൊ വലതു കൈയിലിരുന്ന് സെറ്റിലിരുന്ന പുസ്തകത്തിൽ ചെന്ന് മുട്ടി നോക്കിയപ്പോ ബൈബിളാണ്. അത് ഇന്നലെ എവിടെയാണ് യോബിനെ കുറിച്ച് വായിച്ചു വെച്ചതെന്ന് പിന്നെ വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു. അവിടെ അടയാളം വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തൊട്ട് വീണ്ടും അദ്ദേഹം വായിക്കാൻ തുടങ്ങി അല്ലെ. ഇടയ്ക്കിടയ്ക്ക് യോബിനെ വായിക്കുന്നത് ഒരു ശീലമായിരിക്കുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിനും യോബിനും അദ്ദേഹത്തിനും ഒരുപോലെയാണെന്നൊക്കെ ഇന്നലെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്. ഒരേപോലെ പീഡനാനുഭവങ്ങളുള്ള ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞത് അല്ലെ. അതുവരെ പറഞ്ഞു. നമ്മളെ പേജ് 82 1, 2 അല്ലെ. പിന്നെ അതിന് ബാക്കി കേൾക്കണം നോക്കണം. ആദ്യത്തെ 1, 2, 3, 4ാമത്തെ പാരഗ്രാഫ് തുടങ്ങുകയാണ് അല്ലെ. നോക്കണം. ലജ്ജാപൂർണനായി ഞാൻ എന്റെ കഷ്ടത കാണുന്നു. അതാ പറയുന്നില്ല, ലജ്ജാപൂർണ്ണതാണ്. ലജ്ജയാണ് എനിക്ക് എന്റെ കഷ്ടത കാണാൻ. യോബിനെ കുറിച്ചിട്ടുള്ള യോബിന്റെ പീഡനാനുഭവങ്ങൾ അങ്ങനെ വായിക്കുന്ന ഇടയ്ക്കാണ് അദ്ദേഹം പറയുന്നു, ലജ്ജാപൂർണനായി ഞാൻ എന്റെ കഷ്ടത കാണുന്നു. തല ഉയർത്തിയാൽ നീ ഒരു സിംഹം പോലെ എന്നെ നായാടും. ഇത് യോബിന്റെ കാര്യങ്ങൾ ഇങ്ങനെ യോബ് പറയുന്ന ബൈബിളിൽ പറയുന്ന കാര്യം ഇദ്ദേഹം ഇങ്ങനെ കോട്ട് ചെയ്ത് വായിക്കുകയാണ്. അതാണ് ഇപ്പോ ഞാൻ ലജ്ജാപൂർണമാണ് എന്റെ കഷ്ടത കാണുന്നത്. ബൈബിളിൽ യോബ് പറയുന്നതാണ്. തല ഉയർത്തിയാൽ നീ ഒരു സിംഹം പോലെ എന്നെ നായാടും. ഒരു സിംഹം പോലെയാണ് ഈ കഷ്ടത വന്നിട്ട് നായാടുന്നത്. പിന്നെയും എന്നിൽ നിന്റെ അത്ഭുത ശക്തി കാണിക്കുന്നു. അപ്പോൾ വീണ്ടും പരീക്ഷിക്കുന്നു എന്നർത്ഥം. നിന്റെ സാക്ഷികളെ നീ വീണ്ടും വീണ്ടും എന്റെ നേരെ നിർത്തുന്നു. എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, യോബിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഓരോരുത്തരും ഇങ്ങനെ വിടുന്നത് എന്നർത്ഥം. നിന്റെ ക്രോധം എന്റെ മേൽ വർദ്ധിപ്പിക്കുന്നു. ഭയങ്കര ക്രോധമാണ്, പീഡന നൽകിക്കൊണ്ട് ദൈവം നമ്മുടെ യോബിനെ വിഷമിപ്പിക്കുന്നു. അവ ഗണം ഗണമായി വന്ന് പൊരുതുന്നു. അങ്ങനെ കൂട്ടം കൂട്ടമായിട്ടാണ് വരുന്നത്. ഇങ്ങനെ പൊരുതുന്നു. നീ എന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുവിച്ചത് എന്തിന്? അപ്പോഴാണ് യോബ് ചോദിക്കുന്നത്, നീ എന്തിനാണ് എന്നെ, ദൈവമേ നീ എന്തിനാണ് എന്നെ ഗർഭപാത്രത്തിൽ നിന്ന് എന്നെ പുറപ്പെടുവിച്ചത്? എന്നെ എന്തിനവിടെ ജനിപ്പിച്ചു? അത്ര പീഡനം അനുഭവിക്കുമ്പോഴും യോബ് ദൈവത്തിനോട് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട് അല്ലെ. എന്നാ അതുപോലെയല്ല നമ്മുടെ ദസ്തയേവ്സ്കി. ഒരുപാട് പീഡനം അനുഭവിക്കുമ്പോഴും ഒരിക്കലും അദ്ദേഹം ദൈവത്തിനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അത്രത്തോളം പീഡനം അദ്ദേഹം അനുഭവിക്കുന്ന സമയത്ത് അത്രത്തോളം ജീവിതത്തെ ഇഷ്ടപ്പെടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നർത്ഥം. ഒരു കണ്ണും എന്നെ കാണാതെ എന്റെ പ്രാണൻ പോകുമായിരുന്നു. നീ അന്ന് എന്നെ, ദൈവമേ നീ അന്ന് എന്നെ പിന്നെ എന്തിനു നീ എന്നെ ജനിപ്പിച്ചു? അന്ന് പിന്നെ എനിക്ക് ഈ പീഡന തരാതെ, നീ ഈ പീഡിതാവസ്ഥ തരാതെ അല്ലെ, ഇത്ര ശക്തമായിട്ടുള്ള പീഡനം തരാതെ നിനക്ക് എന്നെ അന്ന് അവസാനിപ്പിക്കാമായിരുന്നല്ലോ. ഞാൻ ജനിക്കാത്തതുപോലെ ഇരിക്കാമായിരുന്നു. ഞാൻ ജനിച്ചിട്ടില്ല എന്ന് മറന്നാൽ മതി. എന്നെ നീ അവിടെ തന്നെ അങ്ങനെ ഇല്ലാതെയാക്കിയാൽ മതിയായിരുന്നു എന്നർത്ഥം. ഗർഭപാത്രത്തിൽ നിന്ന് എന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ തന്നെ എന്നെ കൊന്നിട്ടുണ്ടെങ്കിൽ, നീ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ, അന്ന് തന്നെ നീ എന്നെ പിന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ വേഗം ശവക്കുഴിയിലേക്ക് പോകുമായിരുന്നു. എന്റെ ജീവിതകാലം ചുരുക്കമല്ലയോ? അതോടെ കഴിഞ്ഞു. അത്ര എനിക്ക് മുമ്പ് തന്നെ ഗർഭപാത്രത്തിൽ നിന്ന് എന്നെ മരിപ്പിച്ചിട്ട് നിനക്ക് എന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോകാമായിരുന്നല്ലോ.
എന്റെ ജീവിതകാലം ചുരുക്കമല്ലയോ? ഇരുളും അന്ധതമസുമുള്ള ദേശത്തേക്ക്. മരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുളും അന്ധദേശം എന്ന് പറഞ്ഞാൽ ഭയങ്കര അന്ധതമസാണ്, അത്ര ഇരുട്ടാണ് അല്ലെ? മരണം എന്നുള്ള ആ ഭാഗത്തേക്ക് എന്നെ നിനക്ക് വേഗം കൊണ്ടുപോകാമായിരുന്നല്ലോ, അന്ന് തന്നെ നീ എന്നെ കൊന്നാൽ. അർദ്ധരാത്രി പോലെ കൂരിരുളും ക്രമമില്ലാതെ അന്ധതമസും. അർദ്ധരാത്രി പോലെ അങ്ങനെ കൂരി ഇരുട്ടാണ്. അർദ്ധരാത്രിയിൽ കാണുന്ന കൂരാക്കുരി ഇരുട്ട് പോലെയാണ് മരണം എന്നൊക്കെയാണ് പറയുന്നത്. മരിച്ചുപോയ ആൾക്കാർ വീണ്ടും ജനിക്കുന്ന ആൾക്കാര്, വീണ്ടും ജീവിക്കുന്ന ആൾക്കാര്, മരിച്ചു പോയിട്ട് കുറെ മരിച്ചു എന്ന് കരുതിയിട്ട് പോകുന്ന ആൾക്കാരൊക്കെ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം ജീവൻ പോയപ്പോ അങ്ങനെ ഇരുട്ടിലൂടെ അങ്ങനെ പോയി 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 വലിയ അന്ധതമസാണ് അത്രേ മരിക്കുമ്പോ കാണുന്നത്. ഒരു വെളിച്ചമില്ല. പിന്നെ എവിടെയോ കുറെ അങ്ങനെ യാത്ര ചെയ്ത് ചെറിയൊരു വെട്ടം കണ്ടു. ആ വെട്ടം കണ്ടോട് കൂടിയിട്ട് അങ്ങനെ ജീവൻ വന്നതുപോലെ തോന്നി എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അങ്ങനെയൊക്കെ അനുഭവക്കുറിപ്പുകളൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് മരണം എന്നർത്ഥത്തില്. വെളിച്ചം അർദ്ധരാത്രി പോലെയുള്ള ദേശത്തേക്ക് തന്നെ മടങ്ങി വരാത്തവണ്ണം പോകുന്നതിന് മുമ്പേ ഞാൻ അല്പം ആശ്വസിക്കേണ്ടതിന് നീ മതിയാക്കി എന്നെ വിട്ടുമാറണമേ. കുറച്ച് ഞാൻ ആശ്വസിക്കട്ടെ, ഞാൻ മരിക്കാൻ പോവുകയാണ്. അപ്പോഴേക്ക് നീ എന്നെ ഒന്ന് ഈ ജീവിക്കുന്ന സമയത്ത് എന്റെ ഈ നിന്റെ ഈ പരീക്ഷണ പീഡയൊക്കെ എന്നെ ഒഴിവാക്കിയിട്ട് കുറച്ച് എനിക്കൊരു ആശ്വാസം തരൂ ദൈവമേ എന്ന് നമ്മുടെ ഇയ്യോബ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് അർത്ഥം. കഷ്ടത നിമിത്തം ഇയ്യോബ് പോലും തന്റെ ജന്മദിനത്തെ ശപിച്ചുകൊണ്ടു. കഷ്ടം അത്രയും പീഡനം സഹിക്കാൻ വയ്യാതെ, ആ പീഡനാനുഭവം സഹിക്കാൻ വയ്യാതെ ഇയ്യോബ് പോലും ദൈവത്താൽ പരീക്ഷിക്കപ്പെട്ട ഇയ്യോബ് പോലും തന്റെ ജന്മദിവസത്തെ ശപിച്ചു. എന്തിന് ഞാൻ ജനിച്ചു എന്ന്. അതിന്റെ സന്ധ്യാ നക്ഷത്രങ്ങൾ ഇരുണ്ട പോകട്ടെ എന്ന്. എങ്ങനെ ശപിച്ചത്? എന്റെ എന്നെ ജനിപ്പിച്ച ആ നക്ഷത്രം, ആ സന്ധ്യാ നക്ഷത്രം ഇരുണ്ടു പോകട്ടെ, അത് ഇരുട്ടിൽ പോകട്ടെ. എന്നെങ്ങനെ ജനിപ്പിച്ചതല്ലേ, അതുകൊണ്ട് അതും ഇരുട്ടായി പോകട്ടെ, എന്നെ വെളിച്ചമില്ലാതെ പോകട്ടെ എന്ന് ഇയ്യോബ് ശപിച്ചിരുന്നു അത്രേ. സ്വന്തം ഹൃദയത്തിൽ ദസ്തോവസ്കി പറഞ്ഞു. ഇങ്ങനെ വായിച്ചു വെച്ചോട് കൂടിയിട്ട് പിന്നെ സ്വന്തം ഹൃദയത്തില് ദസ്തോവസ്കി പറയാണ്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, കണ്ടോ, ഞാൻ അതുപോലെ ഒന്നും ശപിക്കില്ല. സഹിക്കുകയും ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അത്ഭുതപ്പെടുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ എല്ലാം സഹിക്കും. എത്ര പീഡനം, എത്ര എന്നെ പീഡിപ്പിച്ചാലും ഞാൻ എല്ലാം സഹിക്കും. എന്നെ അത്ഭുതപ്പെടുകയും മാത്രമേ, അർത്ഥം എന്താ, ഇതിന്റെ അർത്ഥം എന്താണെന്ന് മാത്രം ഞാൻ വിചാരിച്ചിട്ട് അത്ഭുതപ്പെടുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്റെ പീഡാനുഭവങ്ങളെ സ്നേഹിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞുണ്ടോ. എന്റെ പീഡാനുഭവങ്ങളെ ഞാൻ പഠിച്ചു കഴിഞ്ഞു സ്നേഹിക്കാൻ എന്ന് പറഞ്ഞത്. അത്രയും എനിക്ക് അതാണ് ഏറ്റവും നമ്മുടെ ദസ്തോവ്സ്കിയുടെ ഒരു എന്താ പറയുക, സൈക്കോളജി അങ്ങനെയാണ്. എല്ലാ തരത്തിലുള്ള പീഡനങ്ങളെയും സ്നേഹിക്കാൻ അതൊന്നും അണ്ടർലൈൻ ചെയ്യും. ഇയ്യോബ് പോലെ ചെയ്തില്ല. ഇയ്യോബ് ശപിക്കുക ചെയ്ത്, ജന്മനക്ഷത്രത്തെ ശപിക്കുക ചെയ്ത് കേട്ടോ. എന്റെ പീഡാനുഭവങ്ങളെ സ്നേഹിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു, നമ്മുടെ ദസ്തോവ്സ്കിന്റെ അർത്ഥം. 8 അടിക്കുന്നതിന് മുമ്പ് അന്ന വന്നു, കണ്ടോ, അന്നു വന്നു. 8 മണിയാവുന്നതിന് മുമ്പ് അന്ന വന്നു. 2 ദിവസം വെറുതെ പോയതിന്റെ ഉത്കണ്ഠയുണ്ട് അവൾക്ക്. 2 ദിവസം വെറുതെ പോയല്ലോ, ഒരാന്ന് പറഞ്ഞ 2 ദിവസം വെറുതെ പോയതിന്റെ ഉത്കണ്ഠ. ഇത്ര വേഗം നമുക്ക് ബുക്ക് തീർക്കണ്ടേ അല്ലെ? ചൂതാട്ടക്കാരനുള്ള ബുക്ക് വേഗം തീർക്കണല്ലോ. അപ്പൊ ഇത്ര 2 ദിവസം പോയല്ലോ എന്നോർത്തിട്ട് അവൾക്ക് ഉത്കണ്ഠയായിരുന്നു അർത്ഥം. വന്ന ഉടനെ അന്ന ചോദിച്ചു, എങ്ങനെ ഫയദോറിന് ഇന്ന് സുഖം തോന്നുന്നുണ്ടോ? അവള് ചോദിക്കുക. ഇത്ര സ്നേഹത്തോടു കൂടിയാണ് അവള് പറയുന്നത്. എങ്ങനെ ഫയദോറിന് ഇന്ന് സുഖം തോന്നുന്നുണ്ടോ? ദസ്തോവ്സ്കി പറഞ്ഞു, തീർച്ചയായും. ഞാനിന്ന് നേരത്തെ ഉണർന്നു. പുലർച്ചയ്ക്ക് മുമ്പ് കുറെ ദൂരം നടന്നു. ഇപ്പോൾ നല്ല ഉന്മേഷം തോന്നുന്നുണ്ട് എനിക്ക്. കഥാസന്ദർഭങ്ങൾ മനസ്സിൽ ത്രസിച്ചു നിൽക്കുന്നു. വരുന്നു അന്ന, എന്റെ മനസ്സിലിങ്ങനെ ത്രസിച്ച് പുറത്തേക്ക് വരാൻ നിൽക്കുകയാണ്. വെറുതെ കണ്ണടച്ചങ്ങ് പറഞ്ഞാ മതി, നീ എഴുതിക്കോ അന്ന, കണ്ണടച്ചാണ് പറഞ്ഞാൽ മതി. അതങ്ങനെ ഒരു പ്രവാഹം പോലെ അങ്ങനെ സൃഷ്ടികൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നോട്ട്ബുക്കും പെൻസിലും എടുത്ത് അന്ന മേശക്കരികിൽ എഴുതാനിരുന്നു. പെട്ടെന്ന് അന്ന വേഗം പോയിട്ട് ചെയ്തു, നോട്ട്ബുക്ക് എടുത്തു, പെൻസിലും എടുത്തിട്ട് അന്ന മേശക്കരികില് പോയി ഇരുന്നു അർത്ഥം. അതിലെന്തെങ്കിലും ഇതിന്റെ വല്ല പദച്ഛേദങ്ങളുണ്ടോ നോക്കൂ, നമുക്ക് നോക്കാമായി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞു തരില്ല കേട്ടോ, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. അതാണ് അതിന്റെ കാര്യങ്ങൾ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എഴുതിയാൽ മതി കേട്ടോ. അങ്ങനെ ഇതിലൊന്നും കാണുന്നില്ല, വേറൊന്നും കാണുന്നില്ല. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്താണ് നോക്കൂ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവള് നോട്ട്ബുക്കും പെൻസിലും എടുത്ത് അന്ന മേശക്കരിൽ എഴുതാനിരുന്നു. കാരണം അതിപ്പോ പറയും, അവള് ത്രസിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു, തുടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ അങ്ങ് ഞാൻ തുടങ്ങി നിർത്തതല്ലേ.
നോവലിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ആത്മസംഘർഷം ഒരു മനസ്സിന്റെ സുതാര്യതയിലൂടെ അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. കണ്ടോ, എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൾ ആത്മസംഘർഷം ഒരുപാട് അനുഭവിക്കുകയാണ് നമ്മുടെ എഴുത്തുകാരൻ ദസ്തയേവ്സ്കി. കാരണം എപ്പോഴും ഈ എഴുത്ത് എന്ന് പറയുമ്പോൾ പിന്നെ എഴുത്ത് എന്ന് പറഞ്ഞാല് ഒരു ഭാവനയുടെ ആണെങ്കിലും ഒരു പ്രസവവേദനയാണ് ഇത്ര എഴുത്തിനൊക്കെ ഉള്ളത്. അങ്ങനെയാണ് എല്ലാ എഴുത്തുകാരുടെ അനുഭവം പറയുക. അത് പുറത്തേക്ക് വരാൻ ഭയങ്കര വേദനയാണ്, അത്രയും ബുദ്ധിമുട്ടാണ്. കാരണം അതൊരു എന്താ പറയുക, ഒരു ഭാവനാത്മകമായ ഒരു സിദ്ധിയാണല്ലോ ഈ എഴുത്ത്. അപ്പൊ അങ്ങനെ ഉള്ളിൽ ഗർഭം ധരിച്ച് ആശയമാകുന്ന ഗർഭം ധരിച്ചിട്ട് വേണം അത് അങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ അങ്ങനെ അതിനെ വളർത്തി അതിനെ താലോലിച്ച് അതിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ വളർത്തി കൊണ്ടുവന്നിട്ട് വേണം അതൊരു പിന്നെ പുറത്തേക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ പുറത്തേക്ക് എഴുതാൻ. അതാണ് അങ്ങനെയാണ് അത് ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്ന പ്രസവവേദന പോലെയാണ് അത്ര എഴുത്തിന്റെ വേദന എന്നൊക്കെയാണ് ഓരോരുത്തരുടെ അനുഭവങ്ങളിലൂടെ പറയുന്നത് എന്നർത്ഥം. അപ്പൊ ആത്മസംഘർഷം ഇവൾക്ക് മനസ്സിലാകണ്ടേ, ഈ ദസ്തയേവ്സ്കി അനുഭവിക്കുന്ന ആത്മസംഘർഷം മനസ്സിലായി. അതിനിടയ്ക്ക് കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദസ്തയേവ്സ്കി പറഞ്ഞു, ഇടയ്ക്കിനെ കട്ടൻ ചായ കുടിക്കുന്ന സമയത്ത്, എനിക്ക് ഈ നോവൽ അത്ര വേഗം തീർക്കണമെന്നില്ല. അയാളെ, എനിക്ക് ഈ നോവലെ അത്ര വേഗം തീർക്കണമെന്നില്ല. ഏതാ നോവലെ? പിന്നെ നമ്മുടെ ഇതുപോലത്തെ ചൂതാട്ടക്കാരനുള്ള നോവൽ കേട്ടോ. വിസ്മയത്തോടെ അവൾ ചോദിച്ചു, അതെന്താ നവംബർ 1 മുമ്പ് നോവൽ കൊടുത്തില്ലെങ്കിൽ സ്റ്റെലോസ്കിക്കാവില്ലേ ഇതുവരെ എഴുതിയതിന്റെയും ഇനി എഴുതാനിടയുള്ളതിന്റെയും ഒക്കെ അവകാശം? ഓ, അങ്ങനെയൊക്കെ അറിയില്ലേ? നവംബർ 1 മുമ്പ് കൊടുക്കണം അല്ലെ? ഇല്ലെങ്കിൽ നമ്മൾ എഴുതിയതിന്റെയും എഴുതാനും ഒക്കെ അവകാശം, പകർപ്പവകാശം പിന്നെ നമ്മളെ സ്റ്റെലോസ്കിക്കായിരിക്കും. അങ്ങനെ എഗ്രിമെന്റ് ചെയ്തിട്ടുള്ളത്. നവംബർ 1 മുമ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടോ, അത്രയും എഗ്രിമെന്റ്, അത്രയും പിന്നെ വിലപേശി അദ്ദേഹത്തിനെ അത്രയും വിഷമിപ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇതിനർത്ഥം. പിന്നെ ദസ്തയേവ്സ്കി പറഞ്ഞു, ഓ പിന്നെ സ്റ്റെലോസ്കി അല്ലേ, അയാൾ പോയി തുലയട്ടെ. അങ്ങനെ സമയനിബന്ധന വെച്ച് എങ്ങനെ നോവൽ എഴുതും? നോവൽ എപ്പോൾ തീരുമെന്ന് എഴുത്തുകാരന് പറയാൻ ഒക്കുമോ? ഇത് നിലമുഴുന്നത് പോലെയോ പാറ പൊട്ടിക്കുന്നത് പോലെയോ അല്ല. എഴുത്തെന്ന് പറയുമ്പോൾ നിലമുഴുന്നത് പോലെയല്ല, പാറ പൊട്ടിക്കുന്നത് പോലെയല്ല. അയാൾക്ക് എന്തെങ്കിലും അറിയോ അത് എന്നാ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് പിന്നെ ഇതേ കാര്യത്തിൽ തന്നെ നമുക്ക് പറയുന്നുണ്ട്. എന്താണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് എന്റെ പീഡാനുഭവങ്ങളെ സ്നേഹിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അത്രയും എന്നെ ഓരോരുത്തരും ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാൻ എന്നെ പഠിച്ചു എന്നൊക്കെ പഠിപ്പിച്ചു അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സ്റ്റെലോസ്കി പറയുന്ന കാര്യങ്ങളും അയാൾ പോയി തുലയട്ടെ. അങ്ങനെ സമയനിബന്ധന വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം നമുക്ക് ഒരു കാര്യത്തിലൊന്നും ഒരിക്കലും പിന്നെ ഇന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ എങ്ങനെ നോവൽ എഴുതും, നോവൽ എപ്പോൾ തീരുമെന്ന് എഴുത്തുകാരന് പറയാനൊക്കെ അദ്ദേഹത്തിന് കഴിയില്ല. എപ്പോഴത് വരുന്നറിയില്ല, എപ്പോഴാണ് മൂഡ് കിട്ടുക അറിയില്ല. ഇത് നിലമുഴുന്നത് പോലെ പെട്ടെന്ന് നമുക്ക് നിലം എഴുതാം, അത് കഴിയും. അതുപോലെയല്ല എഴുത്ത് എന്നർത്ഥം. പാറ പൊട്ടിക്കുന്നത് പോലെയാണോ? അതൊന്നുമല്ല, അതൊക്കെ മനസ്സിലാക്കണ്ടേ എന്ന് പറയാന്നർത്ഥം. ഇത് ആത്മാവിന്റെ ഒരു വെളിപാടാണ്. നമുക്ക് എഴുത്തെന്ന് പറയുമ്പോൾ ആത്മാവിന്റെ വെളിപാടാണ്. അതിനുവേണ്ടി ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു നിബന്ധനയും എഴുത്തുകാരനെ ബാധിക്കുന്നില്ല. കണ്ടോ, അങ്ങനെ അതിനു വേണ്ടി ധ്യാനിച്ചിരിക്കുകയാണ് എഴുത്തുകാരൻ. പ്രകൃതിയോടും ഭാവനയോടും അങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് അപ്പൊ ഒരു നിബന്ധനയും ഇന്ന സമയത്തിന് കൊടുക്കണമെന്ന് ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. എങ്കിൽ മാത്രമേ യഥാർത്ഥ സൃഷ്ടിയാവുകയുള്ളൂ. അത് അങ്ങനെ ഇന്ന സമയത്ത് വരും, ഇന്ന സമയം. ചിലപ്പോൾ എഴുത്തുകാരൊക്കെ രാത്രി എഴുന്നിട്ടാണ് എഴുതുക. പെട്ടെന്ന് ഉറക്കം നടന്നിട്ട് അവിടെ എഴുത്തു തുടങ്ങും. അങ്ങനെയൊക്കെ ഒരു മൂഡ് കിട്ടും. ചിലപ്പോൾ ഒരുപാട് കാലം ഇങ്ങനെ ഇരുന്ന് തപസ്സിടുന്ന സമയത്ത് അപ്പം തോന്നുന്ന സമയത്ത് എഴുതുള്ളൂ. അങ്ങനെയൊക്കെയാണ് എഴുത്തിന്റെ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ വരിക എന്നർത്ഥം കേട്ടോ. അത് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളാണോ ഈ സ്റ്റെലോസ്കി എന്ന മഹാൻ? ആൾക്ക് അറിയോ ഇതൊക്കെ? എഴുത്തുകാരന്റെ വേദന ആൾക്ക് അറിയോ? മഹാനോ? അട്ട. എഴുത്തുകാരുടെ രക്തം ഊറ്റി കുടിക്കുന്ന അട്ട അല്ലെങ്കിൽ ചെകുത്താൻ ഉണ്ടോ? ഇവിടെ ഒരു ചോദ്യം. ഈ അട്ട എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? സ്റ്റെലോസ്കി കേട്ടോ. അട്ട ആരോ മഹാനൊന്നല്ല സ്റ്റെലോസ്കി, അട്ടയാണ്. എഴുത്തുകാരുടെ രക്തം ഉറ്റിക്കുടിക്കുന്ന അട്ടയാണ് അല്ലെങ്കിൽ ചെകുത്തനാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഇതുവരെ എഴുതിയതും എഴുതാനിടയുള്ളതുമായ പുസ്തകങ്ങൾ മുഴുവൻ അയാൾക്ക് എന്ന് വെച്ചാൽ അതിന്റെ ആദായം അയാൾ എടുത്തോട്ടെ. എന്നാൽ അയാളാണ് അത് എഴുതിയതെന്ന് വരില്ലല്ലോ. ഓ എന്ന് പറയണ നമുക്ക്. ഇനി ഞാൻ എഴുതുന്നതും ഒക്കെ അയാൾ എടുത്തോട്ടെ, അയാൾക്കല്ലേ വേണ്ടു. അതൊക്കെ എഴുതിയിട്ട് എന്റെ പേരല്ലേ വരിക. അത് അയാളതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അയാൾ എടുത്തോട്ടെ പുസ്തകം, പക്ഷെ പിന്നെ അയാൾ എടുത്തോട്ടെ. എന്നാൽ അയാളാണ് അത് എഴുതിയതെന്ന് ഒരിക്കലും വരില്ലല്ലോ. കുട്ടി എന്ന് ചോദിക്കണം. എന്തെന്നില്ലാത്ത ഒരു വിസ്മയത്തോടെ അന്ന ദസ്തയേവ്സ്കിയെ നോക്കി. ഒരു വിസ്മയം, അയാൾ എന്താ ഇങ്ങനത്തെ അയാളുടെ ഒരു ഭാവമാറ്റത്തിലുള്ള ഒരവസ്ഥ കൊണ്ട് ഒരു വിസ്മയത്തോടുകൂടി അന്ന ദസ്തയേവ്സ്കിയെ നോക്കി. ഒരു നിമിഷം കഴിഞ്ഞ് ഒരു കള്ളച്ചിരിയോടെ ദസ്തയേവ്സ്കി പറഞ്ഞു, പിന്നെ
മറ്റൊരു കാരണമുണ്ട് ട്ടോ. ഈ നോവൽ പെട്ടെന്ന് തീർന്നാലേ അന്ന അപ്പോൾ പോവില്ലേ? ഉണ്ടോ? അയാളൊരു ഒരു നർമാത്സകതയോട് പറയണം അല്ലേ? അന്ന പോവില്ലേ, അതുകൊണ്ടാണ് ഞാൻ തീർക്കാത്തത്. ഇത് കഴിഞ്ഞ അന്ന പെട്ടെന്ന് പോവില്ലേ ചോദിക്കാൻ. അവൾക്ക് ചിരി വന്നു. അപ്പോൾ തമാശ പറയാനും അറിയാമല്ലേ? അപ്പൊ ചോദിക്കുക, ഓ അപ്പോൾ തമാശ പറയാനും എനിക്ക് അറിയാല്ലേ? ദസ്തോസ്കി നിഷേധാർത്ഥത്തിൽ തലയനക്കി. ഇത് തമാശയാണെന്ന് ആര് പറഞ്ഞു? തമാശയൊന്നുമല്ല. എനിക്ക് അന്നെ പോകുന്നത് ഇഷ്ടമില്ല. അന്നെ എന്നും എന്റെ കൂടെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. അന്നയ്ക്ക് തമാശയായി തോന്നണ്ടായത്. കാരണം എനിക്ക് അന്നയോട് അത്രയും പ്രണയമുണ്ട് എന്ന് അദ്ദേഹം ആ വാക്കിലൂടെ ഉദ്ദേശിക്കാന്നർത്ഥം. അന്ന് മറുപടി പറയാതെ മുഖം താഴ്ത്തി പെൻസിൽ കൊണ്ട് വെറുതെ കടലാസിൽ കൂറിക്കൊണ്ടിരുന്നു. അപ്പോൾ ദസ്തോസ്കി പറഞ്ഞു, ഇനിയും കാര്യമായി എന്തെങ്കിലും എഴുതണമെന്നുണ്ട് എനിക്ക്. അനേകം ആശയങ്ങൾ മനസ്സുണ്ട് താനും. പക്ഷേ സാഹചര്യം അനുകൂലമല്ല. എന്തു ചെയ്യാം? ഞാൻ വല്ലാത്ത ഒരവസ്ഥയിലാണ്. ഇക്കണക്കിന് പോയാൽ ഞാൻ തകർന്നു പോവുകയേ ഉള്ളൂ. എനിക്ക് കുറെ എഴുതണമെന്നുണ്ട് എന്നാ. കുറെ എഴുതണമെന്ന് എനിക്ക് ഉണ്ട്. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്റെ മനസ്സിൽ ഒരുപാട് ആശയമുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് ആത്മസംഘർഷം അനുഭവിക്കുകയാണ്. വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ. ഈ കണക്കിന് പോയാൽ ഞാൻ തകർന്നു പോവുകയേ ഉള്ളൂ അല്ലേ? അപ്പൊ അതാ പറഞ്ഞ. അപ്പൊ അവൾ മുഖമുയർത്താതെ ചോദിക്കുക. അവളിങ്ങനെ തല താഴ്ത്തി. അവൾക്ക് ലജ്ജ വന്നു ഇങ്ങനെ പറഞ്ഞപ്പോ. കാരണം അദ്ദേഹത്തിന് എന്നെ വിട്ടുപിരിയാൻ താല്പര്യമില്ല, ഒപ്പം നിൽക്കാൻ താല്പര്യം എന്നപ്പോ അറിയാതെ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പറയാതെ പറഞ്ഞപ്പോൾ അന്നയ്ക്ക് ലജ്ജ തോന്നി. അന്നങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ എന്തൊക്കെയോ കുറിച്ച് വെക്കുകയായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കാതെ അന്ന പറയുന്നു. അവൾ മുഖമുയർത്താതെ ചോദിച്ചു, ആശയങ്ങളുണ്ടെങ്കിൽ പിന്നെ എഴുതിയാൽ എന്താ? ആരോ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. എഴുതാനൊന്നുമില്ലാത്തതാണ് മിക്ക എഴുത്തുകാരുടെയും പ്രശ്നമെന്ന്. നോക്കൂ, ഞാൻ ആരോ എഴുതിയതുപോലെ വായിച്ചിട്ടുണ്ട്. എഴുതാനൊന്നുമില്ലാത്തതാണ് എല്ലാ എഴുത്തുകാരുടെയും പ്രശ്നമെന്ന്. അപ്പൊ അങ്ങേക്ക് ഒരുപാട് എഴുതാണ്ടല്ലോ, എന്താ അങ്ങേക്ക് എഴുതിയാലേ ചോദിക്കുന്നുണ്ടോ? അത് ശരിക്ക് കറക്റ്റ് പ്രോത്സാഹനമായിട്ടുള്ള ഒരു സമീപനമാണ് അല്ലെ? അദ്ദേഹത്തിന് ഏറ്റവും കിട്ടാവുന്ന ഒരു പ്രോത്സാഹനമാണ്. അദ്ദേഹത്തിന് കൊടുക്കാവുന്ന വളരെ എന്താ പറയുക ന്യായവാദമാണ്. വളരെ ന്യായവാദത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, അദ്ദേഹത്തിനോട് പരിചരണത്തോടു കൂടി പെരുമാറിയിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ എന്താ പറയുക ആശയങ്ങളും നോവലായിട്ട് വരാനും സൃഷ്ടിയായിട്ട് വരാനും ഉള്ള ഒരു എന്താ പറയുക ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനമാണ് നമ്മുടെ അന്ന ഇവിടെ പ്രയോഗിക്കുന്നത്. ഇപ്പൊ നമ്മള് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, അതിൽ പറയാണ്, ഏതായാലും ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ ഒരവസ്ഥ ഇല്ല ഉണ്ടോ. അതായത് എഴുതാൻ കിട്ടാത്ത അവസ്ഥ എനിക്കില്ല, അല്ലെങ്കിൽ എഴുതാൻ ആശയമില്ലാത്ത അവസ്ഥ എനിക്കില്ല. സത്യത്തിൽ എഴുതാനുള്ളതിന്റെ ബാഹുല്യം ഓർത്താണ് ഞാൻ നടുങ്ങുന്നത്. ഒരുപാട് ബാഹുല്യമുണ്ട്, ഇഷ്ടംപോലെ എഴുതാനുണ്ട്. അത് ഓർത്തിട്ടാണ് ഞാൻ നടുങ്ങുന്നത്. എങ്കിൽ പിന്നെ എഴുതുക തന്നെ വേണം. എനിക്ക് അങ്ങനെ പറയാമോ എന്നറിയില്ല, എന്നാലും പറയാം. മഹാനായ ദസ്തയേവ്സ്കി എഴുതുന്നത് വായിക്കാൻ കാത്തിരിക്കുന്ന വായനക്കാരുടെ ഒരു ലോകമുണ്ട്. എനിക്ക് തന്നെ പറയാനില്ല. അങ്ങ് എഴുതണം. അങ്ങ് ഒരു കാര്യം കൂടി ഓർക്കൂ, ഞാൻ നല്ലൊരു പ്രോത്സാഹനമാണ് കൊടുക്കുന്നത് അമ്മ. അതായത് മഹാനായ ദസ്തയേവ്സ്കി എഴുതുന്നത് അല്ലെ, വായിക്കാൻ കാത്തിരിക്കുന്ന, ചൂടപ്പം പോലെ അത് എടുത്ത് വായിക്കാൻ കാത്തിരിക്കുന്ന വായനക്കാരുടെ ഒരു ലോകമുണ്ട്. ഓ എന്നാ? ദസ്തയേവ്സ്കി പിന്നെ താൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന പുതിയ നോവലിനെ കുറിച്ച് പറഞ്ഞു. നോക്കൂ, അപ്പോ അവിടെ അങ്ങനെ നോക്കൂ. ഇതുവരെ നമുക്ക് നോക്കുക അതിലെ കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ പതിച്ചതുണ്ട് നോക്കൂ. അപ്പോ നേരത്തെ ഇവിടെ പറഞ്ഞ ഉടനെ തന്നെ അല്ലെ, യോബിന്റെ കാര്യം പറഞ്ഞു. സ്നേഹിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു അല്ലെ. എല്ലാം എന്നെ ഓരോ ദുരന്തവും എന്നെ ജീവിതത്തിൽ കൂടുതൽ സ്നേഹിക്കാനാണ് എന്നെ പഠിപ്പിച്ചത് എന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ദുരന്തങ്ങളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം അല്ലാതെ പറയുന്നുണ്ട്. കാരണം ആ ദുരന്തം വീണ്ടും വീണ്ടും എഴുതാനാണ് എന്നെ പരിശീലിപ്പിക്കുന്നതും എന്നെ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഇദ്ദേഹം നേരത്തെ പറഞ്ഞു, ഞാൻ ഇതുവരെ എഴുതിയതും ഇനി എഴുതാൻ ഇടയുള്ളതുമായ പുസ്തകങ്ങൾ മുഴുവൻ അയാൾക്ക് എന്ന് വെച്ചാൽ അതിന്റെ ആദായം അയാൾ എടുത്തോട്ടെ, പറയണ്ടല്ലോ, എടുത്തോട്ടെ. എന്നാൽ അയാളാണ് അത് എഴുതിയെന്ന് വരില്ലല്ലോ. അവനെ ഇങ്ങനെയുള്ള ഒരു ചോദ്യം വന്നപ്പോ, ഒരു പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട് ഏകദേശം. അതായത് ഞാൻ ഇതുവരെ എഴുതിയതും ഇനി എഴുതാനുള്ളതുമായ പുസ്തകങ്ങൾ മുഴുവൻ അയാൾക്ക് എന്ന് വെച്ചാൽ അതിന്റെ ആദായം അയാൾ എടുത്തോട്ടെ, എന്നാൽ അയാളാണ് അത് എഴുതിയതെന്ന് വരില്ലല്ലോ. ജീവിത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോഴും ആത്മാഭിമാനവും രചനയുടെ മികവും പ്രധാനമായി കാണുന്ന എഴുത്തുകാരനായ ദസ്തയേവ്സ്കിയെയാണ് ഈ വാക്കുകളിൽ നമ്മൾ
കാണുന്നത് അല്ലെ. അപ്പൊ ഇതെന്താണ് ഇങ്ങനെ കാര്യം? ഇതേപോലെ തന്നെ നമ്മുടെ ഇദ്ദേഹവും നമുക്കറിയില്ലോ, അറിയും നമുക്കും. പിന്നെ ഒരു വാക്ക് പറയണ്ട, നമ്മുടെ എന്താ പറയുക, നെരൂദ, പാബ്ലോ നെരൂദ ഒരു വാക്കുണ്ട്. അതായത് ഈ ഈ പിന്നെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇന്ന സമയത്ത് എഴുതണം അല്ലെങ്കിൽ ഇന്ന സമയങ്ങളിൽ എഴുതണം, ഇപ്പോഴത്തെ സമയത്തിനുള്ളിൽ എഴുതണം എന്നുള്ള ഒരു നിബന്ധനയും ഒരു എഴുത്തുകാർക്ക് പാടില്ല. അത് ആ എഴുത്തുകാർക്ക് അങ്ങനെ ഒരിക്കലും, അതിലെ എഴുത്തുകാർക്ക് പിന്നെ ഇഷ്ടമില്ല. കാരണം അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, അത് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ നിശ്ചിത സമയമൊന്നും പറ്റില്ല. എപ്പോഴെങ്കിലുമാണ് ആശയങ്ങൾ കടന്നു വരിക, എപ്പോഴെങ്കിലുമാണ് സൃഷ്ടികൾ നടക്കുക. അതിങ്ങനെ കാത്തിരിക്കണം, ഒരു തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സമയത്ത് വേണമെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു സൃഷ്ടിയാവില്ല, അങ്ങനെ കൊടുക്കാനും പറ്റില്ല. അപ്പോ ഇതിന്റെ അർത്ഥം തന്നെയാണ് നമ്മളെ ഈ പിന്നെ പാബ്ലോ നെരൂദയുടെ ഒരു വാക്കുണ്ട്. അതായത് ആ പ്രായത്തിലാണ് എന്നെ തേടി കവിത വന്നണഞ്ഞത്, എനിക്കറിയില്ല എവിടെ നിന്നാണത് വന്നെത്തിയതെന്ന് എനിക്കറിയില്ല. കുളിർത്തു വിറയ്ക്കുന്ന ശിശിരത്തിൽ നിന്നോ പതഞ്ഞൊഴുകുന്ന നദിയിൽ നിന്നോ എങ്ങനെയാണെന്നും എപ്പോഴാണെന്നും എനിക്കറിയില്ല. അല്ലെ? അതാണ് പാബ്ലോ നെരൂദയുടെ വാക്കാണ്. അപ്പൊ എവിടുന്നാ എനിക്കറിയില്ല, അത് എവിടുന്ന് ഉത്ഭവിച്ചു, എങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് എസ് കെ പൊറ്റക്കാടിന്റെ ഒരു പാഠം കൂടിയും പഠിക്കാനുണ്ട്. ഞാൻ കഥാകാരനായ കഥ അടുത്ത പാഠത്തിൽ വരുന്നുണ്ട്. അതും തന്നെയാണ്, ഒരു എവിടെ സൃഷ്ടി സംഭവിച്ചു, ഒരു ആവശ്യം വന്നു, ഒരു മുത്തശ്ശിക്ക് വേണ്ടിയിട്ട്, ഒരു അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതുന്ന ഒരു പിന്നെ അവസ്ഥയിൽ നിന്നാണ് പഠിക്കുന്ന കാലത്ത്, സ്കൂൾ കുട്ടിയായി പഠിക്കുന്ന കാലത്ത് കത്ത് എഴുതുമ്പോഴാണ് ആ അമ്മയ്ക്ക് അമ്മയുടെ സങ്കടം മകനെ അറിയിക്കുക. മകൻ പുതിയ പെണ്ണിനെ കല്യാണം കഴിച്ച് അമ്മയെ മറന്ന് ജീവിക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സിളക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ സങ്കടം ചേർത്തിട്ട് കുറച്ച് പൊടിപ്പും തൊങ്ങലും ഉപയോഗിച്ചിട്ടാണ് എസ് കെ പൊറ്റക്കാട് കുട്ടി ആയിരിക്കുന്ന സമയത്ത് ഒരു കത്ത് എഴുതിയത്. അങ്ങനെ അത് ഏറ്റവും നല്ലൊരു, അത് അങ്ങനെ ആയിട്ട് അദ്ദേഹം അത് വായിക്കുകയും, കത്തയച്ചു കൊടുത്ത് അദ്ദേഹം വായിക്കുകയും അമ്മയുടെ സ്നേഹം തിരിച്ചറിയുകയും അമ്മയെ വന്ന് അല്ലെങ്കിൽ അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കുകയും അങ്ങനെയുള്ള ഒരു മാനസാന്തരം മകന് സംഭവിച്ചു. അപ്പൊ അത് എഴുത്തിലൂടെയാണ് സംഭവിച്ചത്. അതാണ് ആദ്യത്തെ കഥയായിട്ട് എസ് കെ പൊറ്റക്കാട് പറയുന്നത്. അപ്പോൾ ഇത് ഇന്നതാണ്, എപ്പോഴാണ്, എങ്ങനെയാണെന്ന് വരുന്നതെന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. അത് പാബ്ലോ നെരൂദ പറഞ്ഞ പോലെ തന്നെ അത് ഈ ഏത് പ്രായത്തിലാണ് വരുന്നതെന്നോ എന്നെ തേടി കവിത എങ്ങനെ വന്നണഞ്ഞെന്നോ ഒന്നും അറിയില്ല. അത് വന്നു സംഭവിച്ചു പോകുന്നതാണ്. പിന്നെ എവിടെ നിന്നാണ് വന്നെത്തിയത്, എങ്ങനെ നിങ്ങൾ എഴുതുന്നത് എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കും. എപ്പോഴാണ് എഴുതുന്നതൊക്കെ ചോദിക്കും. അതൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ശിശിരത്തിൽ, അത് പറയുന്നത് കുളിർത്തു വിറയ്ക്കുന്ന ശിശിരത്തിൽ നിന്നാണോ, നല്ല തണുപ്പുള്ള കാലത്ത്, ശിശിരം ഉള്ള സമയത്ത്, അല്ല മഞ്ഞുകാലത്ത് നല്ല ആ കൊടും തണുപ്പിലാണോ, അതോ പതഞ്ഞൊഴുകുന്ന നദിയിൽ നിന്നോ? പതഞ്ഞൊഴുകുന്ന നദി സൗന്ദര്യമായ ബിംബമാണ്, അതിൽ നിന്നാണോ എനിക്ക് ആദ്യമായിട്ട് കവിത വന്നത്, ആ എന്നെ കവിത തേടി വന്നത്? പിന്നെ ഒന്നും എനിക്ക് അറിയില്ല, എപ്പോഴാണ് എന്നാണെന്നും എനിക്ക് അറിയില്ല. അങ്ങനെ അത് തന്നെയാണ് ഇപ്പോ അദ്ദേഹം പറഞ്ഞതും. അങ്ങനെ സമയനിബന്ധന വെച്ച് എങ്ങനെ നോവൽ എഴുതും? നോവൽ എപ്പോൾ തീരുമെന്ന് എഴുത്തുകാരന് പറയാൻ ഒക്കുമോ? ഇത് നിലമുഴുന്നത് പോലെയോ പാറ പൊട്ടിക്കുന്നത് പോലെയോ അല്ലല്ലോ. അത് ആത്മാവിന്റെ ഒരു വെളിപാടാണ്. അതാണ് നമ്മുടെ ദസ്തോവ്സ്കിയുടെ അഭിപ്രായം. ആത്മാവിന്റെ ഒരു വെളിപാടാണ്. അതിനു വേണ്ടി ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു നിബന്ധനയും എഴുത്തുകാരനെ ബാധിക്കുന്നില്ല. അപ്പൊ ഒരു നിബന്ധന, നിബന്ധനയും ആരെന്ത് പറയുമ്പോഴും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ആരൊന്നും ബാധിക്കില്ല എഴുത്തുകാരൻ ലോകത്താണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം എന്നാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും ഇവിടെ നമുക്ക് അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ വേറെ കാര്യങ്ങള് പദച്ചേതുവ അല്ലേ? പദച്ചേതുവൊന്നും ഇല്ലല്ലോ, ഇല്ല അല്ലേ? അത് ആത്മാവിന്റെ ഒരു വെളിപാടാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതും നമ്മളെ പാബ്ലോ നെരൂദ പറഞ്ഞതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക നിങ്ങൾ. ഈ മഹാനോ അട്ട, ഈ അട്ട എന്ന് ഉദ്ദേശിക്കുന്ന ആരാന്നൊരു ചോദ്യം ഒരു മാർക്കിന് വന്നിട്ടുണ്ട്. മഹാനോ അട്ട എന്ന് പറഞ്ഞാൽ അട്ട ഇവിടെ സ്റ്റെലോസ്കിയാണ്. ഇതാര് പറയുന്നു? പിന്നെ ആത്മാവിന്റെ വെളിപാടുകൾ എന്ന പെരുമ്പടവത്തിന്റെ പിന്നെ നോവൽ ഭാഗത്ത് നമ്മുടെ ദസ്തോവ്സ്കി അന്നയോട് പറയുന്നതാണ് സന്ദർഭം അല്ലെ. കാരണം സ്റ്റെലോസ്കിക്ക് വേഗം നോവല് എഴുതി കൊടുക്കണം. നവംബർ 1-ാം തീയതിക്ക് ശേഷം, ഇതിന് മുമ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ, നവംബർ 1-ന് മുമ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ സ്റ്റെലോസ്കി ഇതുവരെ എഴുതിയതിന്റെയും ഇനി എഴുതാൻ ഇടയുള്ളതിന്റെയും ഒക്കെ അവകാശം അയാൾക്കാകും എന്നാണ് പറഞ്ഞ സമയത്ത് പറയാണ്. അയാൾ അതൊക്കെ എടുത്തോട്ടെ, അയാളെ എല്ലാം എടുത്തോട്ടെ, പക്ഷെ അയാളുടെ ഞാൻ അല്ല എന്ന് വരില്ലല്ലോ എന്നതിന് ആദായം എടുത്താലും വേണ്ടില്ല. പക്ഷെ അത് എഴുതിയത് ഞാൻ അല്ല എന്ന് ഒരിക്കലും വരില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ എഴുത്തെന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹത്തിന് അറിയാം? അത് അയാൾക്ക് വല്ലതും അറിയോ? അയാളൊരു അട്ടയാണ്, ഒരു മഹാനൊന്നുമില്ല, അയാളൊരു അട്ടയാണ്.
എഴുത്തുകാരുടെ രക്തം ഊറ്റി കുടിക്കുന്ന ഒരു അട്ടയാണ് എന്ന് പറയുന്നതാണ് സന്ദർഭം എന്ന് ഞാൻ എഴുതിക്കൊണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞു. അതിൽ വേറെ നമുക്കില്ല. അപ്പൊ ഇവിടെ അടുത്തത് അങ്ങനെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അപ്പൊ ഇയാളെ പറയണത് ദസ്തോവസ്കി ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ നോവലിനെ കുറിച്ച് ഞാൻ പറയുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ അന്നയോടൊക്കെ തുറന്നു പറയണം. അന്ന അങ്ങനെ ഓരോന്ന് അദ്ദേഹത്തിനെ എഴുതാൻ പ്രചോദിപ്പിക്കുക. അന്നയുടെ ഓരോ വാക്കുകളും നോട്ടങ്ങളും അന്നയുടെ സാന്നിധ്യവും സാമീപ്യവും അല്ലെങ്കിൽ പിന്നെ വാക്കുകളും പ്രോത്സാഹനവും ഒക്കെ ശരിക്ക് അദ്ദേഹത്തിന്റെ ആ പിന്നെ സൃഷ്ടിക്ക് ഉതകുന്നതായിരുന്നു, അല്ലെങ്കിൽ സൃഷ്ടിക്ക് സഹായകമാകുന്നു, പ്രോത്സാഹനമായി മാറുന്നു. അങ്ങ് ഒറ്റയ്ക്കല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നു. അങ്ങയുടെ പിന്നെ നോവൽ വായിക്കാൻ വലിയൊരു ജനസമൂഹം ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലൊരു അന്നയുടെ ആ ഒരു സാന്നിധ്യം ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഭാഗമാണിത് എന്നർത്ഥം. ഏതായാലും പറഞ്ഞു എന്റെ മനസ്സിനെ വളരെ കാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയം അത്ര എളുപ്പം എടുത്ത് കൈകാര്യം ചെയ്യാവുന്ന ഒന്നല്ല അത്. ഇപ്പോൾ അതെന്നെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. ഒരു ആശയം എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അന്നയാണ് കണ്ടെത്തിയത്. നോക്കൂ, അന്നയുടെ വേറൊരു പെൺകുട്ടിയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? നിങ്ങള് ഞാനിപ്പോ വെറുതെ പൈസക്ക് വന്നതാ, നിങ്ങൾക്ക് വേറെ നിങ്ങളെ ഉദ്ദേശം വേറെയാണ് അല്ലെ, നിങ്ങള് പിന്നെ സ്ത്രീലംബടനാണെന്നൊക്കെ പറയും. സ്ത്രീലംബടനാണ് നിങ്ങൾക്ക് ഇതൊന്നും പിന്നെ ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞു പോകുമ്പോ അതോടുകൂടി ആ മഹാന്റെ സൃഷ്ടി ഉണ്ടാവില്ല, നോവലുണ്ടാവില്ല, ആശയം ഉണ്ടാവില്ല, ഒക്കെ തകർന്നു പോകും. പക്ഷെ ആ പെൺകുട്ടി നോക്കൂ, അയാളുടെ വലിയ വലിയ സൃഷ്ടി കിട്ടാനും വേണ്ടിയിട്ട്, അയാൾക്ക് ലോകത്തിന് തന്നെ അയാളുടെ ഒരുപാട് നന്മയുള്ള സൃഷ്ടി കിട്ടാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ അത്രയും മഹത്തായ സൃഷ്ടി കിട്ടാനും വേണ്ടിയിട്ട് ആ പെൺകുട്ടി എന്ത് ചെയ്തു? ആ ജീവിതം പോലും, അവളുടെ ജീവിതം പോലും അയാൾക്ക് കൊടുത്തു അല്ലെ. അയാളൊപ്പം ജീവിക്കാൻ അവൾ തയ്യാറായി. അത്രയും ഒരു മഹാനെ സൃഷ്ടിക്കുന്നത് ഒരു പിന്നെ പെൺകുട്ടിയാണ്, ഒരു മഹാനെ നശിപ്പിക്കുന്നതും ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥവും ഇത് തന്നെയാണ്. ഇവിടെ മഹാനായി തീരുന്നത് ഈ ഒരു അന്ന എന്ന പെൺകുട്ടിയുടെ സാന്നിധ്യവും സാമീപ്യവും കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതോടുകൂടി അയാൾ ഉള്ളതെല്ലാം തുറന്നു പറയാണ്, പ്രലോഭിപ്പിക്കുന്നു. ഞാൻ എന്റെ ഒരു ആശയം മനസ്സിലുണ്ടെന്ന് പറയാണ്. നന്മയുടെ മൂർത്തിയായി ഒരു ശുദ്ധാത്മാവിനെ സൃഷ്ടിക്കുകയാണ് എന്റെ ലക്ഷ്യം. നന്മയുടെ മൂർത്തി, സമൂഹത്തിൽ നന്മയുടെ മൂർത്തിയാവണം. ആ മൂർത്തിയെ ആയിട്ട് ഒരു ശുദ്ധാത്മാവിനെ ഞാൻ സൃഷ്ടിക്കുകയാണ് എന്റെ നോവലിലൂടെ ചെയ്യുന്നത്. എന്റെ ലക്ഷ്യം. അതിനേക്കാൾ പ്രയാസമുള്ള എന്തു പണിയാണ് ഈ ഭൂമിയിലുള്ളത്? അത്ര ബുദ്ധിമുട്ടാണത്. ഈ ലോകം മുഴുവൻ അധർമ്മ മാർഗത്തിലാണ്. നമുക്കറിയാം, അധർമ്മ മാർഗത്തിൽ ഒരു നന്മയുടെ കഥാപാത്രത്തെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതും കുടിലബുദ്ധികളുടെ ഇടക്കാലത്ത് നിറച്ച കുടിലബുദ്ധിക്കാരാണ് ഇന്ന് സമൂഹത്തിൽ മുഴുവൻ അല്ലെ. കുടിലത മാത്രം ഉള്ളത് അല്ലെ. കുടിലത എന്ന് പറയുമ്പോൾ വെറും കുരുട്ടും കുശുമ്പും പാരയും മാത്രമുള്ള ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഈ സമൂഹത്തിലെ ഒരു നന്മയുടെ കഥാപാത്രത്തെ, നന്മയുടെ മൂർത്തിയായിട്ടൊരു കഥാപാത്രത്തെ ശുദ്ധാത്മാവിനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമാണെന്ന് അദ്ദേഹം പറയുന്നു. അന്ന പറഞ്ഞു, എന്നാൽ പിന്നെ അത് വേഗം എഴുത്, കുറെ കഴിയുമ്പോൾ മനസ്സ് മാറിയാലോ. ഇല്ല, അപ്പൊ അന്നയ്ക്ക് ഭയങ്കര ഉത്കണ്ഠയായി. വേഗം എഴുതൂ, അത് എഴുതിക്കോളൂ, നല്ലൊരു സംഭവമല്ലേ, എഴുതിക്കോളൂ, ഇനി പെട്ടെന്ന് മനസ്സ് മാറിയാലോ. ഇല്ല, ദസ്തോവസ്കി പറഞ്ഞു, അതിന്റെ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അതൊക്കെ എഴുതാൻ വേണ്ടിയാണ് ഭൂമിയിൽ ഞാൻ അവതരിച്ചത്. നോക്കൂ, എന്തൊരു ദൃഢനിശ്ചയമാണ് അദ്ദേഹത്തിന്റെ. കാരണം നല്ലൊരു പ്രചോദനമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. കാരണം അദ്ദേഹം മനസ്സിലാക്കി, എന്റെ പ്രണയം അവൾ സ്വീകരിച്ചു, എന്റെ പ്രണയം അന്ന സ്വീകരിച്ചു, എന്നോടൊപ്പം അന്ന ഉണ്ടാവും എന്നാലും മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും പെട്ടെന്ന് മാറില്ല. കാരണം അതിൽ ഓരോ വാക്കും ഞാൻ അന്നയെ സ്നേഹിക്കുന്നതും അന്നയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ എന്റെ ഉറച്ച മനസ്സിന്റെ പ്രതിരൂപമായിട്ടാണ്, അല്ലെങ്കിൽ പ്രതീകമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ അദ്ദേഹം ഓരോ വാക്കുകളിലൂടെയും ഉറപ്പിക്കുക എന്നർത്ഥം. അങ്ങനെ ഒരു മാറ്റവുമില്ല. അതൊക്കെ എഴുതാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിൽ അവതരിച്ചത്. പിന്നെ കുറെ നേരം സെറ്റിയിൽ മലർന്നു കിടന്ന് മച്ചിൻ മുകളിൽ നോക്കിക്കൊണ്ട് ദസ്തോവസ്കി പറഞ്ഞു. ഇങ്ങനെ മലർന്നു കിടന്നിട്ട് ദസ്തോവസ്കി ഇങ്ങനെ മച്ചിന്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ്. തട്ടിൻ മുകളിലേക്ക് നോക്കിയിട്ട്, തട്ടിൻ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ദസ്തോവസ്കി പറഞ്ഞു, അതിൽ ഒരു കഥാപാത്രം ഉണ്ടാവും. ഒരു 16 വയസ്സുകാരൻ ഇപ്പോലിത്ത്. എന്റെ നോവലിൽ, ഞാൻ എഴുതാൻ പോകുന്ന നോവലിലെ 16 വയസ്സുകാരൻ ഇപ്പോലിത്ത് ഉണ്ടാവും. ക്ഷയരോഗം മൂലം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടാവും. 16 വയസ്സിലെ ക്ഷയരോഗം പിടിച്ചിട്ട് വേദന സഹിക്കാൻ വയ്യാതെ അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോലിത്ത്. അവൻ ആത്മഹത്യക്ക് ശ്രമിക്കും. എനിക്ക് ദൈവം തന്ന ജീവൻ ദൈവം തന്നെ എടുത്തോട്ടെ എന്ന് അവൻ എന്നെ കാത്തു നിൽക്കാതെ, ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കുന്നു, ആ ദൈവത്തിനോടൊരു വെല്ലുവിളിയായിട്ട്
ഇപ്പോഴത്തെ ദൈവം തന്ന ജീവൻ ഞാൻ സ്വന്തമായിട്ട് തന്നെ അത് ഇല്ലാതെയാക്കാം, ഞാൻ നശിപ്പിക്കാം, ഞാൻ അങ്ങനെ അതിനു വേണ്ടി ആത്മഹത്യ ചെയ്യാൻ ഞാൻ അവനെ സന്നദ്ധനാക്കും, അവനെ ഞാൻ പ്രേരിപ്പിക്കും എന്ന് ദസ്തോവ്സ്കി ആ നോവലിലൂടെ പറയുന്നു. ആത്മഹത്യയിലൂടെ മനുഷ്യന്റെ ജീവിതത്തിന്മേലും മരണത്തിന്മേലും ദൈവത്തിനുള്ള അധികാരത്തെ ചോദ്യം ചെയ്യുകയാണ് ഉന്നം. കണ്ടോ, അതാണ്. അപ്പോ മനുഷ്യനെ ജീവിപ്പിക്കുന്നതും മനുഷ്യനെ മരിപ്പിക്കുന്നതും ദൈവമാണ്, ദൈവം നിശ്ചയിക്കും പോലെ വരുള്ളൂ എന്നുള്ള ധാരണ മാറ്റി എഴുതാം. ജനിപ്പിക്കുന്നത് ദൈവമാണെങ്കിൽ മരിപ്പിക്കുന്നതും ദൈവമാണല്ല. ജനിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരിതങ്ങളും ദുഷ്ടങ്ങളും അനുഭവിപ്പിക്കുമ്പോൾ മരിക്കുന്ന സമയത്ത് ദൈവം നിശ്ചയിച്ച പോലെയല്ല വരിക, സ്വന്തം തീരുമാനം എടുക്കുക. അതാണ് ആത്മഹത്യ. എനിക്ക് മരിക്കാൻ കഴിയും, ഇപ്പൊ തന്നെ മരിക്കാൻ, ജീവൻ കളയാം എന്ന് ദൈവത്തിന് നിശ്ചയമില്ലാതെ തന്നെ ഒരു മനുഷ്യന് അത് നിശ്ചയിക്കാൻ കഴിവുള്ളതാണ് ആത്മഹത്യ. അങ്ങനെ ഞാൻ എന്റെ കഥാപാത്രത്തെ ഞാൻ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് പറയാണ്. ദൈവത്തിനുള്ള അധികാരത്തെ ചോദ്യം ചെയ്യുകയാണ് ഉന്നം. അതാണ് ദൈവത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുകയാണ് ഉന്നം. പക്ഷേ പാളിപ്പോകുന്നു, ആകെ തെറ്റുന്നു. ഒരിക്കൽ കണ്ടുമുട്ടുമ്പോൾ അവൻ മിഷ്കിനോട് ആവശ്യപ്പെടും. ഈ മിഷ്ക് എന്ന് പറയുമ്പോൾ അതിലുള്ള ഒരു കഥാപാത്രമാണ്. മരണദേവന്റെ സെക്രട്ടറി ആണ്. അവിടെ മരണദേവന്റെ സെക്രട്ടറി ആയിട്ടാണ് മിഷ്ക് വരുന്നത്. മിഷ്ക് അറിയപ്പെടുന്നത്. അത് അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് മിഷ്ക്. നന്മയുടെ കഥാപാത്രം, നല്ല മനുഷ്യനാണ് മിഷ്ക് കേട്ടോ. മരണദേവന്റെ സെക്രട്ടറി ആണെങ്കിലും നന്മയുടെ കഥാപാത്രമാണ് മിഷ്ക്. അപ്പോ അങ്ങനെ അവർ കണ്ടുമുട്ടുന്ന സമയത്ത് മിഷ്കിനോട് നമ്മളെ ഇപ്പോഴത്തെ ആവശ്യപ്പെടും. എന്താണ് ആവശ്യപ്പെടുന്നത്? എങ്ങനെ മരിക്കണമെന്ന് ഉപദേശിക്കാൻ, ഞാൻ എങ്ങനെ മരിക്കേണ്ടത് എന്ന് ഉപദേശിക്കാൻ ആവശ്യപ്പെടും. തന്റെ നിഷ്കളങ്കതയിലും ആത്മീയതയിലും വിശ്വസിക്കുന്ന അവനോട് മിഷ്കിൽ പറയും. അപ്പോ മിഷ്കിൽ അവൻ തന്റെ നിഷ്കളങ്കതയിലും ആത്മീയതയിലും വിശ്വസിക്കുകയാണല്ലോ നമ്മുടെ ഇപ്പോലത്തെ. അപ്പോ ആ ഇപ്പോലത്തിനോട് മിഷ്കിൽ എന്താ പറയുക? ഞങ്ങളുടെ ആനന്ദത്തിന് ഞങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് ഞങ്ങളെ കടന്നു പോവുക, അല്ലെ, ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്, അല്ലെ. ഞങ്ങൾക്ക് ആനന്ദമാണ്, കാരണം ഞങ്ങളാണല്ലോ ഈ മരണവും അതുപോലെ തന്നെ ഇവിടെ എന്ത് വേണമെന്നൊക്കെ ദൈവം നിശ്ചയപ്പോൾ നടപ്പിലാക്കാൻ. അപ്പോൾ ഞങ്ങളുടെ ആനന്ദത്തിന് ഞങ്ങൾക്ക് ആനന്ദം വേണം. അതിനെ ഞങ്ങളോട് ക്ഷമിച്ചുകൊണ്ട്, ഞങ്ങൾ ചെയ്യുന്ന ക്രൂരത ഞങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ കടന്നു പോയിക്കോളൂ, ജീവിച്ചു പോയിക്കോളൂ എന്ന് പറയണം. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിക്കരുത്. അതാണ് അവിടെ പാളിപ്പോകുന്നു, അങ്ങനെ ആത്മഹത്യ പാളിപ്പോകുന്നു എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ പറഞ്ഞ സമയത്ത് നോക്കൂ, ഇങ്ങനെ അത് പറയുമ്പോൾ ദസ്തോവ്സ്കി തൊണ്ടയിടറി, തൊണ്ടങ്ങനെ ഇടറി, അത്രയും ഇതായി. അന്നെ നോക്കുമ്പോൾ അദ്ദേഹം നിറഞ്ഞൊഴുകുന്ന സ്വന്തം കണ്ണുകൾ തുടയ്ക്കുന്നു. അത്രയും മനസ്സിലെ ആത്മസംഘർഷമാണ്, മനസ്സിലുള്ള കഥാപാത്രമാണത്. അവിടെ കഥാപാത്രം വന്നിങ്ങനെ സൃഷ്ടിക്കപ്പെടുകയാണ് എന്നർത്ഥം. അവരുടെ വാക്കുകളും ആത്മസംഘർഷങ്ങളും അനുഭവിക്കുകയാണ് നമ്മുടെ ദസ്തോവ്സ്കി. അപ്പൊ ഈ മനുഷ്യ മനസ്സിന്റെ ഇത്രയധികം ആഴവും അതുപോലെ പരപ്പും ഇത്രയധികം അറിഞ്ഞ വേറൊരു എഴുത്തുകാരനില്ല. ദസ്തോവ്സ്കി അല്ലാതെ അങ്ങനത്തെ ഒരു എഴുത്തുകാരല്ല. കാരണം മനുഷ്യ മനസ്സിന്റെ ആഴവും പരപ്പും ഇത്രയധികം അറിഞ്ഞ വേറൊരു എഴുത്തുകാരൻ ദസ്തോവ്സ്കി അല്ലാതെ വേറൊരു എഴുത്തുകാരൻ ഇല്ല എന്ന് നമുക്ക് ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലെ. അപ്പോ അതാണ് അദ്ദേഹം തന്നെ കരയുക. കാരണം അദ്ദേഹത്തിന്റെ കഥാപാത്രം അങ്ങനെ വിഷമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കരച്ചിൽ വരിക. അപ്പൊ നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ ഓരോ കഥാപാത്രങ്ങളും രാത്രി അദ്ദേഹത്തിന്റെ റൂമിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു അത്ര. അദ്ദേഹത്തിന്റെ റൂമിൽ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നല്ലോ കഴിയുന്നതും വീട്ടിലുണ്ടാവുക. അപ്പൊ ഈ സമയത്ത് ഓരോ കഥാപാത്രങ്ങളെയും വിളിച്ചിട്ട് അദ്ദേഹം സംസാരിക്കുന്നു, അവരുമായിട്ടുള്ള സംവാദം ഉണ്ടാവും. അങ്ങനെയാണ് എഴുത്തുകാർക്കൊക്കെ ഉണ്ടാവുക. അവരുടെ റൂമിലേക്ക് അതാ അന്നെ കഥാപാത്രം വരുന്നു, അവരുടെ അത്ര അവർ താതാൽപ്യം പ്രാപിക്കുകയാണ് ആ കഥാപാത്രവുമായിട്ട്. എന്നിട്ട് അവരോട് സംസാരിക്കും, അവരോട് ചിലപ്പോൾ വിചാരണ ചെയ്യും, അവരെ ചിലപ്പോൾ അവരോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും. ഇതൊക്കെ അവരുടെ ആ ഒരു എഴുത്തുകാരന്റെ ഒരു ശൈലിയാണ്, എഴുത്തുകാരന്റെ ഒരു പ്രത്യേകതയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ അദ്ദേഹം കണ്ണുകൾ തുടയ്ക്കുന്നു, അല്ലെ. കുരിശിൽ കിടന്ന് പ്രാണൻ പിടയുമ്പോൾ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കേണമേ എന്ന് ക്രിസ്തു പ്രാർത്ഥിച്ചത് അന്ന അറിയാതെ ഓർത്തുപോയണ്ടു. എന്താണ് അന്നയ്ക്ക് മനസ്സിലായി ദൈവത്തിന്റെ പീഡനം, ദൈവമേ കുരിശിൽ കിടന്ന് പിടയുന്ന സമയത്ത് അതിന് കാരണക്കാരായത് ഈ സമൂഹമാണ്. അതുകൊണ്ട് ജീസസ് പറഞ്ഞു, ഈ സമൂഹത്തോട് നിങ്ങൾ പൊറുക്കണമേ, അല്ലെ. എന്നെ കുരിശിൽ കയറ്റിയ ആൾക്കാരോട് നിങ്ങൾ പൊറുക്കണമേ എന്ന് പറഞ്ഞു, അല്ലെ. അതേപോലെയാണ് ഇവിടെ ഈ ഇത്രയും ഇപ്പോലത്തിന്റെ മനസ്സ്. ഇപ്പോലത്ത് അദ്ദേഹം വേദനിക്കുന്ന സമയത്ത് ആ വേദന നമ്മുടെ ദസ്തോവ്സ്കിയുടെ വേദനയായി മാറി. കണ്ണിലൂടെ കണ്ണുനീർ വരുന്ന സമയത്ത് ഒരു സമൂഹത്തിലെ ഇത്രയും പീഡനം അനുഭവിക്കുന്ന ആള് തന്നെയാണ് ഇപ്പോലത്തിനെ പോലെ തന്നെയാണ്
നമ്മുടെ ദസ്തേവ്സ്കിൻ എന്ന് വരുമ്പോഴാണ് ആ ഒരു താതൽപ്യം വരുമ്പോഴാണ് ആ കണ്ണുനീര് ഒഴുകുന്നത്. അപ്പോ അങ്ങനെ അന്ന ഓർക്കുന്നു, ദൈവമേ. അപ്പൊ ജീസസിനെ പോലെയുള്ള മനസ്സിന്റെ ഉടമയായിട്ട് മാറുന്നു നമ്മുടെ ദസ്തേവ്സ്കി എന്നർത്ഥം. കുറ്റവും ശിക്ഷയും വായിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്റെ പിതാവ് പറഞ്ഞതും അന്നയുടെ ഓർമ്മയിൽ മാറ്റലുണ്ടാക്കി. അപ്പൊ അന്ന് തന്റെ പിതാവും ഇദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും ആരാധകനാണ്. അപ്പോൾ കുറ്റവും ശിക്ഷയും എന്ന നോവൽ വായിക്കുമ്പോഴും ഈ ഒരു ജീസസിന്റെ ഈ വാക്ക്, കാരണം പിതാവെ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരൊന്നും അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്നുള്ള ആ ഒരു ആശയം വരുന്ന ആ ഒരു സംഭാഷണങ്ങളെ പിതാവ് പറഞ്ഞു കൊടുത്തതും നമ്മുടെ അന്ന ഓർത്തു ഉണർത്തം. മനുഷ്യന്റെ ഉള്ളിലെ കാടുകളും ഗുഹകളും കൊടുമുടികളും ഗർത്തങ്ങളും കടന്തൂക്കുകളും മരുഭൂമികളും ചതുപ്പുകളും ഇരുണ്ട കോട്ടകളും അൾത്താരകളും വിള്ളലുകളും വിജനതകളും ഇതുപോലെ വേറെ ആരും കാണിച്ചു തന്നിട്ടില്ല. അതാണ് സത്യം. അത്രയും പ്രഗത്ഭനായ എഴുത്തുകാരനാണ് ദസ്തയേവ്സ്കി. മനുഷ്യന്റെ ഉള്ളിലെ കാടുകള്, അല്ലെ, അതുപോലെ തന്നെ ഗുഹ, കൊടുമുടി, ഗർത്തങ്ങള്, വലിയ വലിയ ആഴത്തുള്ള ഗർത്തങ്ങള്, കടുന്തൂക്കുകള് എന്ന് ചെത്തി നിൽക്കുന്ന അങ്ങനെയുള്ള പിന്നെ ഏരിയകള്, അല്ലെ, തുറസായി പിന്നെ ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്ന, ചെങ്കുത്തായി നിൽക്കുന്ന പിന്നെ ഭൂമണ്ഡലങ്ങള്, അല്ലെ, അതാണ് കടുന്തൂക്കുകളും മരുഭൂമികളും ചതുപ്പുകളും ഇരുണ്ട കോട്ടകളും അൽത്താരകളും വിള്ളലുകളും വിജനതകളും ഇതുപോലെ വേറെ ഒരാരും നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. അത്രയ്ക്ക് പ്രഗത്ഭനായിരുന്നു നമ്മുടെ ദസ്തയേവ്സ്കി എന്നാണ് ഇവിടെ നമ്മുടെ ഇദ്ദേഹം പെരുമ്പടവം പറയുന്നത്. അപ്പൊ എന്താ വെച്ചെങ്കില് ഈ ദൈവവും ചെകുത്താനും മാറി മാറി ഭരിക്കുന്ന ഭൂഖണ്ഡമാണ് ദസ്തയേവ്സ്കിയുടെ മനസ്സ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ദസ്തയുടെ മനസ്സ് പറഞ്ഞാല് ഇവിടെ എന്താണ്, ദൈവവും ചെകുത്താനും മാറി മാറി ഭരിക്കും, അങ്ങനെ മാറി മാറി ഭരിക്കുന്ന ഭൂഖണ്ഡമാണ്, അല്ലെ, പിന്നെ ദസ്തയേവ്സ്കിയുടെ മനസ്സിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പിന്നെ അശ്വത്ഥമാവ്, അല്ലെ, നമ്മളെ പിന്നെ മനുഷ്യ മനസ്സുകളിലൊക്കെ അശ്വത്ഥമാവും അതേപോലെ തന്നെ വ്യാസനും കുടികൊള്ളുന്നുണ്ട്, അല്ലെ, നന്മയും തിന്മയും കുടികൊള്ളുന്നുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, അല്ലെ. അപ്പോ യുദ്ധത്തിന്റെ പരിണാമം എന്നുള്ള ആ ഒരു നോവലിന്റെ ഭാഗത്തിലാണ് അത് പറഞ്ഞത്, അല്ലെ. അതായത് നമ്മുടെയൊക്കെ മനസ്സിൽ അശ്വത്ഥമാവുണ്ട്, ദുഷ്ടകഥാപാത്രമായ അശ്വത്ഥമാവിന്റെ സാന്നിധ്യവുമുണ്ട്, അതേപോലെ തന്നെ നന്മ മനസ്സായ വ്യാസന്റെ സാന്നിധ്യവുമുണ്ട് എന്നർത്ഥം, അല്ലെ. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു ഇതിലും പറയുന്നത്, ദൈവവും ചെകുത്താനും മാറി മാറി ഭരിക്കുന്ന ഭൂഖണ്ഡങ്ങളാണ് ദസ്തയേവ്സ്കിയുടെ മനസ്സ് എന്ന് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത്രയ്ക്കും എന്നല്ലേ. എന്താ വെച്ചെങ്കില് ഇവിടെ നമുക്കറിയാം, പിന്നെ മനുഷ്യന്റെ ഉള്ളിലെ കാട്, ഗുഹ, കൊടുമുടി, ഗർത്തം, കടുന്തൂക്ക്, മരുഭൂമി, ചതുപ്പ്, ഇരുണ്ടകോട്ട, അൾത്താരകള്, വിള്ളലുകള്, വിജനതകള്, ഇതൊക്കെ ഉണ്ട്. ചെകുത്താന്റെ ഭാവങ്ങളൊക്കെ ഇതിലുണ്ട്, ആ ഭൂഖണ്ഡങ്ങളിലുണ്ട്. മനുഷ്യ മനസ്സാവുന്ന ഭൂഖണ്ഡങ്ങളിൽ ഇതൊക്കെ ഉണ്ട്. അതുപോലെ നന്മയുടെ രൂപങ്ങളുണ്ട്, നന്മയുടെ മനസ്സ്, അതുപോലെ നന്മയുടെ ഇപ്പോഴത്തെ പോലെയുള്ള നല്ല മനുഷ്യന്മാര്, ദൈവദൂതന്മാരെ പോലെയുള്ള ആൾക്കാര്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ അവിടെയും കാണാൻ കഴിയും. സൽപ്രവൃത്തികള്, നന്മകള് ഒക്കെ അവിടെയും കാണാൻ കഴിയും എന്നർത്ഥം. അതും ആ ഭൂഖണ്ഡങ്ങളിലുണ്ട്, ഭൂഖണ്ഡമാവുന്ന മനസ്സിലുണ്ട് എന്നർത്ഥം. ധാരാളം ആത്മക്ഷതങ്ങൾ ഏറ്റിട്ടുള്ള ആളാണെന്ന് ഇന്നാളൊരിക്കൽ പറഞ്ഞു, ഓർമ്മയുണ്ടോ? അന്ന ചോദിച്ചു. ആ ആത്മക്ഷതങ്ങൾ സ്വന്തം കഥാപാത്രങ്ങൾക്കും വിധിച്ചു കൊടുക്കുന്നു, അല്ലേ? അപ്പോ ശരിക്ക് ഇദ്ദേഹം ഈ അന്ന അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കയറിക്കൂടി. കാരണം ഒരുപാട് ആത്മക്ഷതങ്ങൾ അനുഭവിച്ച ആളാണ് നമ്മുടെ ദസ്തയേവ്സ്കി. ഇത് അന്ന കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന് ദുഃഖങ്ങളും ദുരിതങ്ങളും പീഡനങ്ങളും ഒക്കെയാണ് ഈ നോവലിൽ പറയുന്നത്. അപ്പോ ധാരാളം ആത്മക്ഷതങ്ങളെ ഏറ്റിട്ടുള്ള ആളാണ് ഇന്നാളൊരിക്കൽ പറഞ്ഞു. അങ്ങ് പറഞ്ഞു. ഒരുപാട് നമുക്കറിയാലോ, ഈ ദസ്തയേവ്സ്കി അദ്ദേഹത്തിന് ഒരുപാട് ദുരന്താനുഭവങ്ങൾ ഉണ്ടായിരുന്നു, ദുരിതാനുഭവങ്ങൾ ഉണ്ടായിരുന്നു, കഷ്ടതകൾ ഉണ്ടായിരുന്നു, വെറുപ്പുകൾ കിട്ടിയിരുന്നു. എല്ലാ വയ്യാവേലിയും അദ്ദേഹം എടുത്ത് ചുമലേറ്റുമായിരുന്നു. പിന്നെ പട്ടിണി ഉണ്ടായിരുന്നു, ദാരിദ്ര്യാവസ്ഥ ഉണ്ടായിരുന്നു, അല്ലെ, പീഡനം, ഒരുപാട് പീഡനങ്ങൾ, മറ്റുള്ളവരൊന്നും ഒരുപാട് പരിഹാസം ഉണ്ടായിരുന്നു, അല്ലെ. ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന മനുഷ്യൻ ഒരുപാട് ആത്മക്ഷതം സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെ. ഒരുപാട് ചൂതുകളിൽ പറ്റ പരാജയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആത്മക്ഷതങ്ങൾ ഏറ്റിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അത് ഇപ്പൊ ഓർമ്മയുണ്ടോ ചോദിക്കുകയാണ്. എന്നെ ചോദിച്ചു. ആ ആത്മക്ഷതങ്ങൾ സ്വന്തം കഥാപാത്രങ്ങൾ കൊടുക്കല്ലേ. അപ്പൊ അങ്ങ് ചെയ്യുന്നതും ഈ ഇപ്പോഴത്തെ പോലെയുള്ള ആൾക്കാർക്ക് ഈ ആത്മക്ഷതങ്ങൾ കൊടുക്കുകയാണ് എന്ന് പറയുന്ന അർത്ഥം. നീ എന്റെ ഹൃദയത്തിനകത്താണോ നിൽക്കുന്നത്? അപ്പൊ ചോദിക്കാണ്, എന്റെ അന്നയോട് ചോദിക്കുകയാണ് നമ്മുടെ ദസ്തയേവ്സ്കി. അയ്യോ അന്ന, നീ എന്റെ ഹൃദയത്തിനകത്താണോ നിൽക്കുന്നത്?
എന്ന് ചോദിക്കുന്ന വിസ്മയത്തോടെ ദസ്തയേവ്സ്കി അന്നയുടെ കണ്ണുകളിലേക്ക് നോക്കി. ഉണ്ടോ? അപ്പോ തന്റെ മനസ്സിലേക്ക് അവൾ കയറിക്കൂടി. അത് അപ്പോ കണ്ണിലേക്ക് നോക്കുന്നു. പ്രണയത്തിന്റെ ഉത്ഭവങ്ങൾ, പ്രണയത്തിന്റെ പൂത്തുലയുന്ന അവസ്ഥകൾ അവിടെ വെച്ചുണ്ടാവുന്നു എന്നർത്ഥം. എന്നിട്ട് ഒരു നെടുവീർപ്പോടെ ചോദിച്ചു, അല്ലാതെ ഞാൻ അവർക്ക് എന്തു കൊടുക്കും? എന്റെ ആത്മക്ഷതമല്ലാതെ ഞാൻ എന്താ ഈ കഥാപാത്രങ്ങൾക്ക് കൊടുക്കുക? ഇവിടെ എന്താ കൊടുക്കാൻ കഴിയുക? അപ്പോൾ അന്നയ്ക്കൊരു കുസൃതി തോന്നി. എന്നിട്ട് ജീവിതത്തെ വെറുക്കാനും അവരെ പഠിപ്പിക്കുമല്ലേ? എന്നിട്ട് ജീവിതത്തെ വെറുക്കാനും പഠിപ്പിക്കും അവരെ. ഒരു കുസൃതിയാണ്. ജീവിതത്തെ ഈ ആത്മക്ഷതം കൊടുക്കും ചെയ്യും, പിന്നെ ജീവിതത്തെ വെറുക്കാനും അവരെ പഠിപ്പിക്കുമല്ലേ? ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ മിടുക്കിയാണ് നീ. നീ അതൊക്കെ അറിയാലല്ലേ? ഞാൻ ഉദ്ദേശിച്ചതിൽ എത്രയോ മിടുക്കിയാണ് നീ അന്ന. അന്നയുടെ കണ്ണുകളിൽ നിന്നും സ്വന്തം കണ്ണുകൾ എടുക്കാതെ ദസ്തയേവ്സ്കി പറഞ്ഞു, അയ്യോ, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ മിടുക്കിയാണ് അന്ന നീയെ. പക്ഷേ അവിടെ പിഴപറ്റി. നിനക്കവിടെ പിഴപറ്റി അന്ന. നീ മിടുക്കിയാണ് എനിക്കറിയാം. പക്ഷെ എന്താണ് നിനക്കവിടെ പിഴപറ്റി? ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് എന്നെ പഠിപ്പിച്ചത്. കേട്ടോ, അതാണ് ദസ്തയേവ്സ്കിയുടെ ഏറ്റവും പ്രത്യേകത. നീ വിചാരിക്കും പോലെ വെറുക്കാനല്ല, ആരെയാണെങ്കിലും പിന്നെ ഓരോ ദുരന്തം എനിക്ക് വരുമ്പോഴും ഞാൻ വെറുക്കുകയല്ല ചെയ്തത്. എന്റെ കഥാപാത്രം വെറുക്കില്ല. കാരണം അത് ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാനാണ് എന്നെ പഠിപ്പിച്ചത്. അണ്ടർലൈൻ ചെയ്യട്ടോ, അതാണ് ദസ്തയേവ്സ്കിയുടെ പ്രത്യേകത. അപ്പോ മനസ്സിലായി എന്ന് പറഞ്ഞാൽ അവിടെയും പിടികിട്ടില്ല, അത്രയും വലിയ മനുഷ്യനാണെന്ന് അന്നയ്ക്ക് ബോധ്യമായി. ഒരു മകൾ സന്നിധിയിൽ എന്ന പോലെ അവൾ ശിരസ് കുനിച്ചു. ഉണ്ടോ, അവളെ വലിയൊരു മകൾ സന്നിധിയിലാണല്ലോ ഞാൻ നിൽക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അവൾ അവളുടെ തല അദ്ദേഹത്തിന്റെ മുമ്പിൽ കുനിച്ചു. അപ്പൊ ഇവിടെ നാം നോക്കൂ, ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് അല്ലെ? അതാണ് ഒരു സങ്കീർത്തനം പോലെ ഈ നമ്മുടെ പെരുമ്പടവം ദസ്തയേവ്സ്കി കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പോ ഇതേപോലെ തന്നെ ഉണ്ട്, എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലൊരു ജീവിതം. ചങ്ങമ്പുഴയും പാടിയിട്ടുണ്ട് അല്ലെ? എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം അല്ലെ? എത്ര ക്ഷയരോഗം പിടിച്ച ആളായിരുന്നു നമ്മുടെ ചങ്ങമ്പുഴ. ക്ഷയരോഗം പിടിച്ചിട്ട് അങ്ങനെ ഡോക്ടർമാരൊക്കെ വിധി എഴുതി, എന്തായാലും ഇനി അധികകാലം ഉണ്ടാവില്ല, അപ്പൊ ഇനി ഹോസ്പിറ്റലൊന്നും നിൽക്കണ്ട, വീട്ടിൽ പോയിക്കോളൂ, വിശ്രമിച്ചോളൂ, എപ്പോഴാ മരണം വരാന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ വീട്ടിലേക്ക് വിട്ട സമയത്തും അദ്ദേഹം ഇങ്ങനെ ഇരിക്കും. എപ്പോഴും ജീവിതത്തെക്കുറിച്ച് വലിയൊരു ഇതായിരുന്നു അദ്ദേഹത്തിന്. ഭയങ്കര ഇഷ്ട ജീവിതത്തെ കുറിച്ചിട്ട്. മുന്തിരിച്ചാറ് പോലുള്ള ജീവിതം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം തോന്നുന്ന ഒരു മനുഷ്യനാണ്. ജീവിച്ച് കൊതി തീരില്ല, അങ്ങനത്തെയാണ് അല്ലെ? നമ്മളെ ഒരു സിനിമയിലെ മോഹൻലാല് പറഞ്ഞ പോലെ ഉണ്ടല്ലോ, എന്നെ ജീവിക്കാൻ അനുവദിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ? അദ്ദേഹത്തിന് ഒരു കൊലക്കുറ്റം അല്ലെ, ഒരു സോമനൊക്കെയാണ് അയാൾ വരുന്നത്, പോലീസ് ഉദ്യോഗസ്ഥനായിട്ട്, പട്ടാളക്കാരനായിട്ട് വരുന്നത് അല്ലെ? എന്നെ ജീവിക്കാൻ അനുവദിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സിനിമയില്, ചിത്രം എന്ന സിനിമയിലാണ് എനിക്ക് തോന്നുന്നു, ചിത്രത്തിലാണ്. അതിലാണ് പറയുന്നത്, എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, എന്നെ ജീവിക്കാൻ അനുവദിക്കുമോ എന്ന് മോഹൻലാൽ സ്നേഹത്തോടു കൂടി അവസാനമായി ചോദിക്കുന്നുണ്ട് അല്ലെ, ആ കഥാപാത്രം. അതേപോലെ തന്നെ ഇവിടെ ഇദ്ദേഹം, ഞാൻ പറഞ്ഞത് നേരത്തെ, ചങ്ങമ്പുഴ അങ്ങനെ വീട്ടിലിരിക്കുകയാണ്, മരിക്കാനായി, കാരണം ഞാൻ വിശ്രമിച്ചോളൂ, ഞാൻ അധികം ഒന്നും ഇല്ല എന്നൊക്കെ ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുകയാണ്. നാളെയായിട്ട് മരണമാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ പാൽക്കാരി പെൺകുട്ടി അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് കയറി വന്നെന്ന് പറയുന്നുണ്ട്. പാൽക്കാരി പെൺകുട്ടി കയറി വന്നതോട് കൂടിയിട്ട് ആ കുട്ടി എങ്ങനെ ഇമ വെട്ടാതെ നോക്കിയിരുന്നു അദ്ദേഹം. എന്നും പാൽക്കാരി പെൺകുട്ടി വരികയാണെങ്കിലും നല്ല സുന്ദരിക്കുട്ടിയായിരുന്നു അവൾ, ഗ്രാമീണ കന്യകയായിരുന്നു. ആ ഗ്രാമീണ കന്യകയെ ഇങ്ങനെ ആ ഒരു ജീവിതത്തിന്റെ ആ മാധുര്യം ഓർത്തോർത്ത് അദ്ദേഹം ഇങ്ങനെ കൊതിയോടുകൂടി നോക്കി എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും അന്ന് രാത്രി അദ്ദേഹം മരിക്കുന്നുണ്ട്. അങ്ങനെ മരിക്കുന്ന അതിന് മുമ്പാണ് ഇപ്പൊ ഇതുണ്ടായത്. അപ്പൊ എന്താണെങ്കിലും അപ്പൊ അദ്ദേഹത്തിന് എന്താ പറഞ്ഞാൽ, എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലൊരു ജീവിതം എന്നുള്ള ഒരു മനസ്ഥിതിയാണ് നമ്മുടെ ചങ്ങമ്പുഴയ്ക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെയും. ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് ദസ്തയേവ്സ്കി പഠിപ്പിച്ചത് എന്നാണ് ദസ്തയേവ്സ്കി പറയുന്നത്. അപ്പൊ അത്രയ്ക്കുമാണ് ജീവിതത്തിന്റെ ഒരു മധുരം അല്ലെ, മധുരമീ ജീവിതം അല്ലെ. ജീവിതം മധുപാത്രം മോന്തി കുടിക്കുക നാം എന്നൊക്കെ പല കവികളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം അല്ലെ, കാവ്യപുസ്തകമല്ലോ ജീവിതം അല്ലെ. ആസ്വദിക്കണം ഓരോ വരിയും, വിളക്കുകിടും ഇന്നോ നാളെയോ, പിന്നെയോ ശൂന്യമാം അന്ധകാരം ഒക്കെ ഓരോ കവികളുടെ ഭാവനയിലൂടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ജീവിതം എന്ന് പറയുന്നത് മനസ്സിലാക്കുന്ന രീതിയിൽ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക.
ഇനി ഇതിൽ എന്തെങ്കിലും നമുക്ക് അതിന്റെ എന്തെങ്കിലും ചെയ്ത് കൊണ്ടു നോക്കുക കേട്ടോ. ഓക്കെ. ഓർമ്മ പ്ലസ് ഉണ്ടോ, ഓർമ്മയുണ്ടോ? യാ അല്ലെ, യാ ആഗമിച്ചു. പിന്നെ അന്ന പ്ലസ് ഉടെ, അന്നയുടെ, യാഗമം അല്ലെ, അന്നയുടെ. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഇവിടെ വളരെ കാലമായി, വളരെ പ്ലസ് കാലം, വളരെ കാലം, ഇരട്ടിച്ചു കേട്ടോ. നിങ്ങളൊന്ന് നോക്കി വായിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ എഴുതിയാൽ മതി. എങ്കിൽ പിന്നെ, എങ്കിൽ പ്ലസ് പിന്നെ, എങ്കിൽ പിന്നെ, ഇരട്ടിച്ചു, ദ്വിത്വം, അങ്ങനെയൊക്കെ ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ അതിനെ പിന്നെ എനിക്കിത് എഴുതി, ഞാനത് കറക്റ്റ് ചെയ്ത് തരണം കേട്ടോ. നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ പിന്നെ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ എന്തെങ്കിലും സന്ധി എഴുതിയിൽ എന്തെങ്കിലും തെറ്റുവെച്ചെങ്കിൽ ഞാനത് തിരുത്തി തരണ്ട്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കോളൂ, സ്വന്തമായിട്ട് എഴുതി നോക്കുക കേട്ടോ. അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക, സാർ ഇത് എന്താ സന്ധി വരുന്നത്, ചോദിച്ചോളൂ. വിളിച്ചോളൂ, എന്റെ ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. സാർ ഇത് എന്താ സന്ധി വരുന്നത് ചോദിച്ചോളൂ, ഞാനതിപ്പോ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഓക്കെ. സംശയം വരുമ്പോ അപ്പപ്പോ ചോദിക്കുക, അതാണ് നമുക്ക് വേണ്ടത്. ഇനി സമയങ്ങൾ അധികം ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയാൻ കാരണം, നമുക്ക് ഇത്രയും നമ്മൾ പരിശീലിച്ചു. നിങ്ങൾ ഓരോന്ന് സന്ധിയും സമാസമൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടേയിരിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് ഇത്രയുള്ളൂ കാര്യങ്ങൾ. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതിക്കോളൂ. അതിൽ ഒന്നാമത്തെ ചോദ്യം പിന്നെ ഇത് ചെയ്യാം, എന്താ വെച്ചെങ്കില് പിന്നെ ദുരന്തങ്ങൾക്കിടയിലും ദസ്തയേവ്സ്കിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഹൃദ്യമായ ഓർമ്മകൾ എന്തെല്ലാം എന്നാണ് ചോദ്യം അല്ലെ. ചോദ്യത്തിന് ഗ്യാപ്പ് വിടാം. അത് എഴുതി, ചോദ്യത്തിന് ഗ്യാപ്പ് വിട്ടിട്ട് ഉത്തരം എഴുതി. ദസ്തയേവ്സ്കിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ അധികവും സ്വന്തം ജീവിത പരാജയങ്ങളുടെ ഓർമ്മകളാണ്. തോൽവികളും തകർച്ചകളും നഷ്ടങ്ങളും അപമാനങ്ങളും അദ്ദേഹം ഓർക്കുന്നുണ്ട്. ഭാര്യയുടെ രോഗവും മരണവും ജ്യേഷ്ഠന്റെ മരണവും കടന്നുവരുന്ന മറ്റു ചിന്തകളാണ്. ഭാര്യ മരിച്ചതിന് ശേഷം അവളോടൊപ്പം തന്റെ ഉത്സാഹവും നഷ്ടപ്പെട്ടതായി അദ്ദേഹം ഓർക്കുന്നുണ്ട്. ഓക്കെ, അത് മതി കേട്ടോ. ഇനി അതില് രണ്ടാമത്തെ പിന്നെ ചോദ്യം നോക്കൂ. ആകാശത്തിന് നിഴൽ പോലെ ഭൂമിയിൽ വെളിച്ചമുണ്ട്. സമയകാലങ്ങളുടെ തീരങ്ങൾക്കൊക്കെ അക്കരെ ഏതോ ഒരു അനാദിയിൽ നിന്ന് യാത്ര തുടരുകയായിരുന്നുവെന്ന് അപ്പോൾ തോന്നിയത്. ഇത്തരത്തിലുള്ള കൽപ്പനകളാണ് നോവലിനെ ഭാവതീവ്രമായ ഒരു അനുഭവമാക്കുന്നത്. പാഠഭാഗത്ത് നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി പ്രസ്താവന സാധൂകരിക്കുവാനാണ് കേട്ടോ. അപ്പൊ ഓക്കെ, അത് പിന്നെ ചോദ്യത്തിന് ഗ്യാപ്പ് കൂടെ ഉത്തരവിക്കുള്ളൂ. പ്രഭാതമാകുന്നതിന് തൊട്ട് മുമ്പ് ഭൂമിയിൽ അരണ്ട പ്രകാശം പരക്കുന്നതിനെ കുറിച്ച്
അരണ്ട പ്രകാശം പരക്കുന്നതിനെ കുറിച്ച് നോവലിസ്റ്റ് പറയുന്നതാണ് സന്ദർഭം. നേരം വെളുത്തു വരുമ്പോൾ ആകാശത്തെയും ഭൂമിയിലെയും മങ്ങിയ പ്രഭയുടെ മനോഹരമായ അനുഭൂതി ആസ്വാദ്യമാണ്. അതുപോലെ പ്രകൃതിയുടെ ആത്മാവിൽ നിന്നുയരുന്ന മൗനം മറ്റൊരു ഉദാഹരണമാണ്. നീ എന്റെ ഹൃദയത്തിനകത്താണോ നിൽക്കുന്നത് എന്ന് അന്നയോട് ചോദിക്കുന്നത്. നീ എന്റെ ഹൃദയത്തിനകത്താണോ നിൽക്കുന്നത്, ഇൻവെർട്ടഡ് കോമ കേട്ടോ. നീ എന്റെ ഹൃദയത്തിനകത്താണോ നിൽക്കുന്നത് എന്ന് അന്നയോട് ചോദിക്കുന്നത് മറ്റൊരു ഉദാഹരണമായിട്ട് കണക്കാക്കാം. അന്ന അദ്ദേഹത്തെ മനസ്സിലാക്കിയ പോലെ ആരും തന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്ന ഭാവതലം ധ്വന്യാത്മകമായിട്ടാണ് നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, അത് മതി കേട്ടോ. ഇനി അടുത്ത ചോദ്യം. ആ ചരടുകളെല്ലാം കൂടി കെട്ടുപിണഞ്ഞ് ആ കെട്ടുകളിൽ കുരുങ്ങിക്കിടന്ന് എന്റെ ജീവിതം പിടയുന്നു. ജസ്റ്റിയുടെ ജീവിതാവസ്ഥ എന്നാണ് എപ്പോഴും. പെരുമ്പടവം ശ്രീധരന്റെ ആത്മാവിന്റെ വെളിപാടുകൾ എന്ന പാഠഭാഗത്തിന്റെ തുടക്കം തന്നെ പ്രഭാത സഞ്ചാരത്തിനിറങ്ങിയ ദസ്തവേസ്കി തന്റെ ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ ദുരനുഭവങ്ങളും പ്രാരാബ്ദങ്ങളും അയവിറക്കുകയാണ്. അപസ്മാര രോഗത്തിന്റെ പിടിയിലായത് മാത്രമല്ല ഭാര്യയുടെ മരണം, ജ്യേഷ്ഠന്റെ മരണം,
ഒറ്റപ്പെടൽ, ഒറ്റപ്പെടൽ, അടച്ചുപൂട്ടപ്പെട്ട എപ്പോക്ക്, അടച്ചുപൂട്ടപ്പെട്ട എപ്പോക്ക്, പ്രസിദ്ധീകരണശാല, എപ്പോക്ക് എന്ന പ്രസിദ്ധീകരണശാല, ജ്യേഷ്ഠന്റെ കടബാധ്യതകൾ, അയാളുടെ അനാഥരായ മക്കളുടെ സംരക്ഷണം, അയാളുടെ അനാഥരായ മക്കളുടെ സംരക്ഷണം, ഇങ്ങനെ അടിക്കടി ഉണ്ടാകുന്ന ജീവിത പ്രാരാബ്ദങ്ങൾ, അടിക്കടി ഉണ്ടാകുന്ന ജീവിത പ്രാരാബ്ദങ്ങളുടെ ചരടുകളെല്ലാം കൂടി കെട്ടുപിടഞ്ഞ് അതിൽ കുരുങ്ങിക്കിടന്ന ദസ്തയേവ്സ്കിയുടെ ജീവിതം പിടയുന്നു. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഉപദേശത്തിന്റെ കുറവ് കൊണ്ടാണ് മനുഷ്യൻ ചീത്തയാകുന്നത് തുടങ്ങിയിട്ട് ദസ്തയേവ്സ്കിയുടെ ജീവിത ദർശനം വ്യക്തമാക്കുക. വാക്കുകളിലല്ലേ എഴുതിക്കോളും. ചോദ്യത്തിന് ഗ്യാപ്പ് വിടുക, ഉത്തരം എഴുതിക്കോളും. ജീവിതത്തെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമാണ് ദസ്തയേവ്സ്കിക്കുള്ളത്. ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത്. എല്ലാ ജീവിതഭാരവും ഇറക്കിക്കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാനാവില്ല. സഹിക്കാനൊന്നുമില്ലാത്ത ജീവിതം ജീവിതമല്ല. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. ജീവിതത്തിൽ ഉപദേശങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഉപദേശങ്ങൾ ഇഷ്ടമല്ല. ഓരോരുത്തർക്കും ഓരോ ഈഗോയുണ്ട്. അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകൂ. ഈ ഈഗോ തന്നെയാണ്
ഈ ഈഗോ തന്നെയാണ് എല്ലാ ദുരിതങ്ങളും പ്രയാസങ്ങളും ഏറ്റെടുക്കുന്നതിൽ ദസ്തയേവ്സ്കി സന്തോഷിക്കുന്നതിന്റെ പൊരുൾ തന്റെ പുതിയ നോവലിൽ 16-കാരനായ ഇപ്പോലിത്ത് ക്ഷയരോഗിയാണ്. ആത്മഹത്യയിലൂടെ ജീവിതത്തിലും മരണത്തിലും ദൈവത്തിന്റെ സ്ഥാനം ചോദ്യം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ശക്തമായ ജീവിത വീക്ഷണങ്ങളും ദർശനങ്ങളും നിറഞ്ഞതായിരുന്നു ദസ്തയേവ്സ്കിക്കുണ്ടായിരുന്നത്. അടുത്തൊരു ചോദ്യം കൂടി ഉണ്ടല്ലേ. ആത്മസംഘർഷങ്ങൾ നേരിടുന്ന ദസ്തയേവ്സ്കിയെ ജീവിതത്തിലേക്ക് ഒരു സങ്കീർത്തനം പോലെ എഴുതിക്കൊള്ളു. ആത്മസംഘർഷങ്ങൾ നേരിടുന്ന ആത്മസംഘർഷങ്ങൾ നേരിടുന്ന ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിലേക്ക് ഒരു സങ്കീർത്തനം പോലെ കടന്നു വന്നവളാണ് അന്ന. നോവലിന്റെ പേരിനോട് ഏറ്റവും നീതി പുലർത്തിക്കൊണ്ടെന്ന പോലെ ദസ്തയേവ്സ്കിയുടെ ജീവിതമാകെ സങ്കീർത്തനം പൊഴിക്കുന്നവളാണ് അന്ന. ദസ്തയേവ്സ്കിയുടെ മനസ്സ് വായിച്ചെടുക്കാൻ അവൾക്ക് കഴിയുന്നു. സാവധാനം ഒരു കുടുംബജീവിതത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കുവാൻ ആനയിക്കുവാൻ സ്വന്തം ജീവിതം തന്നെ
അവൾ സമ്മാനിക്കുന്നു. പ്രായവ്യത്യാസത്തെ മറികടന്നുകൊണ്ട് അന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാവുന്നു. അടുത്ത പാരഗ്രാഫ്. അന്നയുമായുള്ള അടുപ്പവും ബന്ധവും വഴിയാണ് ദസ്തയേവ്സ്കി തന്റെ എഴുത്തു ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. അപസ്മാരബാധയും വാർദ്ധക്യവും തീർത്ത ഓർമ്മപ്പിശക്കുകളും തളർച്ചയും കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന ദസ്തയേവ്സ്കി ആത്മസംഘർഷങ്ങളുടെ തീച്ചുളയിൽ വെന്തുരുകുകയായിരുന്നു. അന്നയുടെ സാന്നിധ്യം ബൈബിളിലെ സങ്കീർത്തനങ്ങൾ പോലെ അനുതാപത്തിന്റെയും ആത്മവ്യഥയുടെയും സ്നേഹപ്രതീക്ഷകളുടെയും എല്ലാം തിരുനാളങ്ങളാണ് ദസ്തയേവ്സ്കിയിൽ ഉണർത്തിവിട്ടത്. ഓക്കെ, അത് മതി കേട്ടോ. ഇനി കുറച്ച് അഡീഷണൽ ചോദ്യങ്ങൾ തരാം. പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളുണ്ട്. ഒരു അർത്ഥവ്യത്യാസം വരാതെ മാറ്റി എഴുതുക എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഒരു സെന്റൻസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, അർത്ഥവ്യത്യാസം വരാതെ. അത് എങ്ങനെ എഴുതുക നിങ്ങൾ പഠിക്കണം കേട്ടോ. പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ഒരു ചോദ്യം വന്നതാണ്. ഇങ്ങനത്തെ ഒരു ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനത്തെ ഒരു ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അതെങ്ങനെ മാറ്റി എഴുതുക? അർത്ഥവ്യത്യാസം വരാതെ മാറ്റി എഴുതുക. അങ്ങനെ എഴുതുക. എഴുതിക്കോളൂ. ഇങ്ങനത്തെ ഒരു ജീവിതത്തിന് ഒരർത്ഥവുമില്ല. അങ്ങനെ അർത്ഥം. അടുത്തൊരു ചോദ്യം എഴുതിക്കോളൂ. ഒപ്പം നടക്കുന്ന ഒരു സ്നേഹിതനോടെന്ന പോലെ ദസ്തയേവ്സ്കി സ്വയം സംസാരിച്ചു.
ചോദ്യം എങ്ങനെയാണ്? ആഖ്യാന സവിശേഷത കുറിക്കുക. 2 മാർക്കിന് വന്നിട്ടുള്ളത്. ആഖ്യാന സവിശേഷത കുറിക്കുക. ഉത്തരം എഴുതിക്കോളൂ. ദസ്തവേസ്കിയുടെ ആത്മസംഘർഷങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ആത്മസംഘർഷങ്ങൾ ആത്മഗതത്തിലൂടെ, അങ്ങനെ കുറച്ച് ചുരുക്കാം. ആത്മസംഘർഷങ്ങൾ ആത്മഗതത്തിലൂടെ ആവിഷ്കരിക്കുകയാണ് നോവലിസ്റ്റ്. കഥാപാത്രത്തിന്റെ സൂക്ഷ്മമായ വൈകാരിക ഭാവങ്ങൾ ആവിഷ്കരിക്കാൻ ഇതിലൂടെ സാധ്യമാകുന്നു. 2 മാർക്കിന് ചോദിച്ചതാട്ടോ, അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം ആഖ്യാന സവിശേഷത കേട്ടോ. പിന്നെ വേറൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ടായിരുന്നു, അതും 2 മാർക്കിൽ വന്നതാണ്. അതങ്ങനെ എഴുതിക്കോളൂ. ചോദ്യം എഴുതിക്കോളൂ. വഴിയരികിൽ വലിച്ചെറിയപ്പെട്ട ഒരു പാറക്കഷ്ണം പോലെയല്ലേ ഇപ്പോൾ തന്റെ അവസ്ഥ? പാറക്കഷ്ണം എന്നെടുത്ത് അണ്ടർലൈൻ ചെയ്യാം. അടിവരയിട്ട പദം നൽകുന്ന അർത്ഥസൂചനകൾ എന്തെല്ലാം? എഴുതിക്കോളൂ. ഉത്തരം: ദസ്തവേസ്കിയുടെ മാനസികാവസ്ഥ വ്യക്തമാകുന്നു. ദസ്തവേസ്കിയുടെ മാനസികാവസ്ഥ വ്യക്തമാക്കുന്ന സാദൃശ്യ കൽപ്പനയാണിത്. ആത്മനിന്ദ, നൈരാശ്യം, നിഷ്ഫലത, പ്രത്യാശ, ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. സ്നേഹവും പരിചരണവും കിട്ടുകയാണെങ്കിൽ പാറക്കഷ്ണങ്ങളെ ശില്പി ചാരുതയാർന്ന പ്രതിമ നിർമ്മിക്കുന്നത് പോലെ ദസ്തവേസ്കിയിലും അന്നയുടെ സ്നേഹവും പരിചരണവും വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് സൂചന. വെളിപ്പെടുന്നുണ്ട്.
വേറൊരു ചോദ്യം എഴുതിക്കോളൂ. സാഹിത്യരചനയെക്കുറിച്ച് ദസ്തവേസ്കിയുടെ അഭിപ്രായം എന്ത്? സാഹിത്യരചനയെക്കുറിച്ച് ദസ്തവേസ്കിയുടെ അഭിപ്രായം എന്ത്? സാഹിത്യരചനയെക്കുറിച്ച് ദസ്തവേസ്കിയുടെ അഭിപ്രായം എന്ത്? ഉത്തരം എഴുതിക്കോളൂ. അതൊരു മാനസിക പ്രക്രിയയാണ്. ആത്മാവിന്റെ വെളിപാടാണ്. നിലമുഴുന്നത് പോലെയോ പാറ പൊട്ടിക്കുന്നത് പോലെയോ അല്ല എഴുത്ത്. മുകളിൽ പറഞ്ഞതൊക്കെ സമയബന്ധിതമായി തീർക്കാൻ കഴിയും. എന്നാൽ സർഗസൃഷ്ടിക്ക് സമയകാലങ്ങൾ ബാധകമാവുകയില്ല. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. നന്നായിട്ട് വായിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. വളരെ നല്ല രീതിയിൽ നല്ലൊരു ദിവസം നിങ്ങൾക്ക് നേരുന്നു. ഓക്കെ, നന്ദി, ബൈ.